നമ്മൾ കഴിഞ്ഞ ദിവസം വളരെ വിശദമായിട്ട് മഹാവാക്യങ്ങളിലേക്ക് കടക്കുന്നതിനുള്ള അടിത്തറ ഇടുകയുണ്ടായി. അത് ബലമുള്ള അടിത്തറയാണ്. എന്ന് പറഞ്ഞാൽ തന്നിലെ ഞാനിൽ നിന്ന് നിങ്ങൾ ഓരോരുത്തരും തന്നിലെ താനിലേക്ക് ഉയരണമെങ്കിൽ ഓരോരുത്തരും തിരിച്ചറിയണം, തന്നിൽ ഞാൻ മാത്രമല്ല ഉള്ളത്, ഞാനെന്ന് പറയുന്നത് വെറും പ്രതിബിംബം, എന്നിൽ യഥാർത്ഥത്തിലുള്ളതായ ഞാൻ, എന്നിലെ താൻ. അതാണ് തത്വമസി. നമ്മൾ ഋഭുഗീതയിലെ തത്വമസി പറയുന്നത് തത്പദസ്യ ഈശ്വരോ ഹ്യർത്ഥോ ജീവോ അർത്ഥ ത്വം പദസ്യ ഹി ഐക്യസ്യാപി പദസ്യാർത്ഥ അഖണ്ഡൈകരസം പദം. തത്വമസിയുടെ രണ്ട് പദങ്ങൾ തത്, ത്വം, പിന്നെ അസി. തത് എന്ന് പറയുന്നത് ആ ഈശ്വരൻ, നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന അത്. നിങ്ങളിപ്പോൾ എങ്ങനെയാണ് ഇരിക്കുന്നത്? ഞാൻ ഭാവത്തിലിരിക്കുകയാണ്. ആ ഞാനിനെ അല്ല അത് എന്ന് പറയുന്നത്. തത്പദത്തിൻ്റെയും ത്വം പദത്തിൻ്റെയും ലക്ഷ്യാർത്ഥങ്ങളും വാച്യാർത്ഥങ്ങളും തിരിച്ചറിയണം. ത്വം പദത്തിൻ്റെ വാച്യാർത്ഥം എന്നിലെ ഞാൻ, ത്വം പദത്തിൻ്റെ ലക്ഷ്യാർത്ഥം എന്നിലെ താൻ. തത്പദത്തിൻ്റെ വാച്യാർത്ഥം ഈശ്വരൻ, തത്പദത്തിൻ്റെ ലക്ഷ്യാർത്ഥം ബ്രഹ്മം. വാച്യാർത്ഥങ്ങളെ തള്ളിക്കളഞ്ഞിട്ട് ലക്ഷ്യാർത്ഥങ്ങൾക്കാണ് ഐക്യം. തത് ത്വമസി, അത് നീയാകുന്നു എന്ന് പറയുമ്പോൾ നിങ്ങളിലെ ഞാനല്ല, കുട്ടപ്പനല്ല ദൈവമായിരിക്കുന്നത്, കുട്ടപ്പൻ്റെ ഉള്ളിലെ താൻ, ഔസേപ്പിൻ്റെ ഉള്ളിലെ താൻ. ഔസേപ്പിൻ്റെ ഉള്ളിലെ ഞാനല്ല ദൈവമായിരിക്കുന്നത്, ഈശ്വരനായിരിക്കുന്നത്. നീ അതാണ് എന്ന് പറയുമ്പോൾ ആ അത് എന്ന് പറയുന്നത് ത്വം പദത്തിൻ്റെ ലക്ഷ്യാർത്ഥം എന്നിലെ താൻ, ത്വം പദത്തിൻ്റെ വാച്യാർത്ഥം എന്നിലെ ഞാൻ. നിങ്ങൾ ഓരോരുത്തരും വാച്യാർത്ഥത്തിലാണിരിക്കുന്നത്. ഒരിക്കലും വിചാരിക്കരുത് ഈ വാച്യാർത്ഥത്തെയാണ് അത് എന്ന് ചൂണ്ടിക്കാണിക്കുന്നതെന്ന് വിചാരിക്കരുത്. ആ വാച്യാർത്ഥത്തെ അല്ല ദൈവമായിട്ട് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്, ലക്ഷ്യാർത്ഥത്തെയാണ്, ത്വം പദത്തിൻ്റെ ലക്ഷ്യാർത്ഥത്തെ. ത്വം പദത്തിൻ്റെ ലക്ഷ്യാർത്ഥം എന്താണ്? എന്നിലെ താൻ. നിങ്ങൾ ഓരോരുത്തരും ഇത് ശരിയായിട്ട് മനസ്സിലാക്കണം. ശരിയായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ തത്വമസിയുടെ അർത്ഥം ശരിയായിട്ട് മനസ്സിലാക്കാൻ നോക്കൂ. അതാണ് ഇവിടെ പറഞ്ഞത്. തത്പദസ്യ ഈശ്വരോ ഹ്യർത്ഥോ, തത്പദം ഈശ്വരൻ, എന്നിലെ താൻ. ഈശ്വരൻ എവിടെ ഇരിക്കുന്നത്? നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ. ഈശ്വരാന്വേഷണാർത്ഥം എവിടെയെങ്കിലും അലഞ്ഞു നടന്നാൽ ഈശ്വരനെ കണ്ടെത്താൻ കഴിയില്ല. ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി, നിൻ്റെ ഉള്ളിൽ, നിൻ്റെ സ്വരൂപമായിട്ടിരിക്കുന്നു. എങ്ങനെ? എന്നിലെ താൻ, നാട്ട് എന്നിലെ ഞാൻ. ഇതങ്ങോട്ട് തിരിച്ചറിഞ്ഞ് നിങ്ങൾ ഓരോരുത്തരും ആ ഭാവത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഉദ്ധരിപ്പിക്കണം. അതാണ് ഭഗവത്ഗീത ആവശ്യപ്പെടുന്ന ഉദ്ധരേതാത്മനാത്മാനം. ഞാൻ ഭാവത്തിൽ നിന്ന് നിങ്ങളിൽ തന്നെയുള്ള താൻ ഭാവത്തിലേക്ക് എന്നാണോ നിങ്ങളെ ഉയർത്തുന്നത്, അപ്പോൾ തത്വമസിയുടെ അർത്ഥം ശരിയായി. നിങ്ങൾ അതാകുന്നു. ഏത്? അറിവിലൂടെ തിരിച്ചറിയണം. തന്നിലിരിക്കുന്ന അതിനെ നിങ്ങൾ കാണാതെ കാണണം. എന്താ ഇല്ലേ? നമ്മൾ ഇന്നലെ അത് മുഴുവനും പറഞ്ഞു. ജാഗ്രത അവസ്ഥയ്ക്കും സ്വപ്നാവസ്ഥയ്ക്കും സുഷുപ്തി അവസ്ഥയ്ക്കും സാക്ഷിയായിരിക്കുന്ന ആ ചൈതന്യം, നിങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോൾ ആ ഉറക്കത്തിനും സാക്ഷിയായിരിക്കുന്ന ആ ചൈതന്യം, ഈ ശരീരം വിട്ടുപോകുന്നത് ഏതാണ്? ആ ചൈതന്യമാണ്. ആ ചൈതന്യം നമ്മളിലുള്ള എല്ലാ സംസ്കാരത്തോടും കൂടിയാണ് വിട്ടുപോകുന്നത്. എന്നിട്ടത് വിജ്ഞാനമയ കോശത്തിലാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ജീവിച്ചിരിക്കുന്ന അവസരത്തിൽ ഏതൊരാളാണോ തൻ്റെ ശ്രദ്ധയെ
ഈ ഞാൻ ഭാവത്തിൽ നിന്ന് വിടർത്തി, അതാണ് നമ്മൾ ഇന്നലെ പറഞ്ഞത്, നീരാത് ക്ഷീരം പൃഥകൃത്യ ഹംസോ ഭവതി ന അന്യഥ. അതുപോലെ ശരീരത്രയാത്, ഈ ശരീരങ്ങൾ പഞ്ചദശിയിൽ പറയും ശരീരത്രയാത് യഥാ മുഞ്ചാദിഷീകൈവം ആത്മാ യുക്തിയ സമുദ്രത. ആത്മാവിനെ വേർതിരിച്ചെടുക്കണം. ആ ആത്മാവ് ഏതാണ്? തന്നിലെ താൻ. എന്താ ആത്മാവ്? സ്ഥൂല സൂക്ഷ്മകാരണ ശരീരാത് വ്യതിരിക്ത പഞ്ചകോശാതീത സൻ അവസ്ഥാത്രയ സാക്ഷി സച്ചിദാനന്ദ സ്വരൂപക സൻ യഹ് തിഷ്ഠതി സ ആത്മാ. എവിടെ ഇരിക്കുന്നത്? എല്ലാവരുടെയും ഉള്ളിൽ. ആരുടെ ഉള്ളിലാണ് ഇല്ലാത്തത്? അതിനെയാണ് നീ അതാകുന്നു എന്ന് പറയുമ്പോൾ അർത്ഥമാകുന്നത്, നിങ്ങൾ അർത്ഥമാക്കേണ്ടത്, ഇല്ലാതെ നിങ്ങളിലെ ഞാനല്ല. ആളുകൾ പറയും, ഹിന്ദുക്കളുടെ ആ മന്ത്രത്തിൽ തത്വമസി എന്ന് പറയുന്നതിൽ നീ അതാകുന്നു എന്ന് പറയുമ്പോൾ, നീ ദൈവമാകുന്നു എന്ന് പറയുമ്പോൾ കുട്ടപ്പനെ അല്ല ദൈവമാണെന്ന് പറയുന്നത്. പിന്നെയോ കുട്ടപ്പൻ്റെ ഉള്ളിലിരിക്കുന്ന ആ ആത്മചൈതന്യത്തെ, കുട്ടപ്പൻ്റെ ഉള്ളിലിരിക്കുന്ന തന്നിലെ തന്നെ, നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളിലിരിക്കുന്ന ആ ദിവ്യ സ്വരൂപത്തെ നിങ്ങൾ ഓരോരുത്തരും തിരിച്ചറിഞ്ഞ് ഏതൊരാളാണോ സദാസമയവും ആ ഭാവത്തിൽ തൻ്റെ ശ്രദ്ധയെ നിലനിർത്തിക്കൊണ്ട് ജീവിക്കാൻ സാധിക്കുന്നത്, അവർക്ക് ഈ ജന്മത്തിൽ അതിൽ ശ്രദ്ധ ഉറച്ചാൽ, അതിൽ സ്ഥിതി ഉറച്ചാൽ, അവൻ സ്ഥിതപ്രജ്ഞൻ. അവൻ്റെ ആരുടെ പ്രജ്ഞയാണോ അതിൽ സ്ഥിതി നേടുന്നത്, അവൻ സ്ഥിതപ്രജ്ഞൻ. ആർക്കുമാകാം. സ്വാമി, ഇതിന് പ്രത്യേകിച്ചൊരു സാധനയും വേണ്ടേ? ഇത് കേൾക്കുമ്പോൾ മനസ്സിലാകുമെങ്കിൽ ആ മനസ്സിലാക്കിയ കാര്യത്തിൽ ആരുടെ ശ്രദ്ധയാണോ സദാ നിലനിർത്താനുള്ള തൻ്റെ ഇടമുള്ളത്, അവർക്കൊരു സാധനയുടെയും ആവശ്യമില്ല. എന്തിനാ സാധന? നിങ്ങൾ ഈ കേൾക്കുന്ന കാര്യം നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ആ ഉറപ്പിൽ നിന്ന് അണുവട വ്യതിചലിക്കാതിരിക്കണം. അപ്പോൾ പിന്നെ കുടുംബകാര്യങ്ങളോ അതിൽ നിന്നുകൊണ്ട് സർവകർമ്മങ്ങളിലും വ്യാപരിക്കണം. ഒന്നിൽ നിന്നും ഒഴിയണ്ട. ഭാര്യയെ കളയണ്ട, മക്കളെ കളയണ്ട, കുടുംബത്തെ കളയണ്ട. നിങ്ങളുടെ ഉള്ളിലെ ഞാനല്ല, എന്നിലെ യഥാർത്ഥ ഞാൻ, ഈ ഞാനിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ ശരീരത്തിൽ സ്വയം പ്രകാശിച്ചു നിൽക്കുന്ന ആ ചൈതന്യമാണ് എൻ്റെ യഥാർത്ഥ സ്വരൂപം, എന്നിലെ യഥാർത്ഥ ഞാൻ എന്ന ഭാവനയോടുകൂടി സർവകർമ്മങ്ങളിലും വ്യാപരിക്കണം. നിങ്ങൾ സർവകർമ്മങ്ങളിലും വ്യാപരിച്ചു. നിങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളിലെ താൻ നടക്കുന്നില്ല. നിങ്ങളിലെ ഞാൻ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളിലെ താൻ ഓടുന്നില്ല. എന്തുകൊണ്ട്? ആ താൻ നിങ്ങളിൽ മാത്രമല്ല, സർവാന്തര്യാമി, സർവവ്യാപി, നിശ്ചലം. ഇനി വ്യാപിക്കാൻ സ്ഥലമില്ല. ഞാൻ ഓടുമ്പോൾ ആ താൻ ഓടുന്നില്ല, അത് നിശ്ചലം. എന്നിലും അവനിലും അവളിലും സർവചരാചരങ്ങളിലും വ്യാപിച്ച് ഇനി വ്യാപിക്കാൻ സ്ഥലമില്ലാതെ നിശ്ചല സ്വരൂപമായിരിക്കുന്നു. ഏത്? ആ സച്ചിദാനന്ദ സ്വരൂപം, ആ സർവേശ്വര ചൈതന്യം, ആ സർവാന്തര്യാമി. അതു തന്നെയാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളിലിരിക്കുന്ന അന്തര്യാമി, ഈശ്വരൻ. ആ ഈശ്വരൻ നിങ്ങളുടെ ഉള്ളിൽ മാത്രമല്ല, ആ ഈശ്വരൻ സർവരുടെയും ഉള്ളിൽ. അതാണ് ഇവിടെ പട്ടിണത്താരുടെ കാര്യം പറഞ്ഞപ്പോൾ അത് മനസ്സിലാക്കി ആ ഭാവത്തിൽ ജീവിച്ചപ്പോൾ അതാണ് ആ അഖണ്ഡൈക വൃത്തി, അഖണ്ഡാകാര വൃത്തി, ജീവൻ മുക്താവസ്ഥ. അങ്ങനെ ആ നിലയിലേക്ക് ഉയർന്നു കഴിയുമ്പോൾ പട്ടിയും പൂച്ചയും കൃമിയും കീടവും ഒക്കെ തൻ്റെ തന്നെ ഭാവത്തിലാണ് ജീവിക്കുന്നത്. താൻ തന്നെയാണ് അവരിൽ. സമം സർവേഷു ഭൂതേഷു തിഷ്ഠന്തം പരമേശ്വരം. യോ മാം പശ്യതി സർവത്ര, യോ മാം പശ്യതി സർവത്ര. മാം എന്ന് ശ്രീകൃഷ്ണൻ പറയുമ്പോൾ ആരെ? ഓടക്കുഴൽ വായിച്ചു കിടക്കുന്ന ശ്രീകൃഷ്ണനെ അല്ല പറയുന്നത്. പിന്നെയോ അഹമാത്മാ ഗുഡാകേശ സർവഭൂതാശയസ്ഥിത അഹമാദിശ്ച മധ്യം ച ഭൂതാനാം അന്ത ഏവച. ഞാൻ ആത്മചൈതന്യമാകുന്നു, നാട്ട് ഓടക്കുഴൽ വായിച്ചു കിടക്കുന്ന ശ്രീകൃഷ്ണൻ. ഭഗവത്ഗീതയിലൂടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്.
അതുകൊണ്ടാണ് യോ മാം പശ്യതി സർവത്ര, എന്നെ നിങ്ങൾ എല്ലാവരിലും കാണുകയാണെങ്കിൽ, എല്ലാവരെയും എന്നിൽ കാണുകയാണെങ്കിൽ, നിങ്ങൾക്കും അങ്ങനെ ആകാൻ സാധിക്കണം. നിങ്ങളും നിങ്ങളിലെ താൻ ഭാവത്തിലേക്ക് ഉയരുമ്പോൾ, നിങ്ങളിലെ ശുദ്ധഭാവത്തിലേക്ക് ഉയരുമ്പോൾ നിങ്ങൾക്കതാകാൻ സാധിക്കും. കാരണം എന്താ? ആ ഭാവം എന്നിൽ മാത്രമല്ല, അവനിലും അവളിലും സർവരിലും ഏകമായിട്ട് വ്യാപിച്ചിരിക്കുന്നു. സർവാന്തര്യാമി. ആ നിലയിലേക്ക് നിങ്ങൾ ഓരോരുത്തരും ഉയരണം. അതിനുള്ള അവസരമാണ് ഈ മനുഷ്യ ശരീരത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭം. പ്രിയമുള്ളവരെ, കളഞ്ഞു കുളിക്കരുത്. കാരണം എന്താ? ഏത് നിമിഷമാണ് ഈ ശരീരം വെടിയേണ്ടത്? 10, 60, 70, 80 വയസ്സായ ആളുകളാണ് ഇരിക്കുന്നത്. സ്വാമിയുടെ കാര്യം അതുപോലെ തന്നെ, ഏത് നിമിഷവും വെടിതീരാം. അതിനു മുൻപ് നിങ്ങൾ ഓരോരുത്തരും ഞാൻ ഇതല്ല, ഇതിനകത്തിരിക്കുന്ന അത് തത്വമസി ശരിക്കും മനസ്സിലാക്കൂ. നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന നിങ്ങളിലെ അത് നാമരൂപം, നാമരൂപരഹിതം. അതാണ് കഴിഞ്ഞ ദിവസം ആവർത്തിച്ച് പറഞ്ഞത്. എന്താ? ജാതി നീതി കുലഗോത്ര ദൂരകം. എന്താ? ബ്രഹ്മം. ആ ആത്മചൈതന്യം തന്നെ ബ്രഹ്മം. ആത്മൈവ ബ്രഹ്മം. ജാതി നീതി കുലഗോത്ര ദൂരകം നാമരൂപ ഗുണദോഷവർജിതം ദേശകാല വിഷയാദിവർത്തി യത് ബ്രഹ്മ തത് ത്വമസി. അതാണ് നീ. ആ നിലയിലേക്ക് നിങ്ങൾ ഓരോരുത്തരും ഉയരണം. അതിനുള്ള അവസരമാണിത്. കളഞ്ഞു കുളിക്കരുത്. ഞാൻ നോക്കിയത് ഒരു ശ്ലോകം ഞാൻ മനസ്സിലോർത്ത് വച്ചിരുന്നു. രാവിപ്പോൾ ക്ഷണമങ്ങുടുങ്ങിടും. പിന്നെന്താ? ഉഷസെങ്ങും പരന്നിടും ദേവൻ സൂര്യൻ ഉദിക്കും ഈ കമലവും കാലേ വിടർന്നിടുമേ. ഏവം മുട്ടിനകത്തിരുന്നളി മനോരാജ്യം തുടർന്നിടവേ ദൈവത്തിൻ മനമാര് കണ്ടു പിഴുതാൻ ദന്തീന്ദ്രന പത്മിനി. അതുപോലെ ഏത് നിമിഷവും പണ്ട് താമരപ്പൂവിനകത്തിരുന്ന് അല്ലെങ്കിൽ തേൻ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ സ്ഥലകാല ബോധമില്ലാതെ അതിനകത്തിരുന്നപ്പോൾ സൂര്യൻ അസ്തമിച്ചു പോയി, താമര കൂമ്പി. അപ്പോൾ അതിനകത്തിരുന്ന് വണ്ട് വിചാരിക്കുകയാണ്, രാവിപ്പോൾ ക്ഷണമങ്ങുടുങ്ങിടും ദേവൻ സൂര്യൻ ഉദിക്കും ഈ കമലവും കാലേ വിടർന്നിടുമേ. ഏവം മൊട്ടിനകത്തിരുന്ന് അളി മനോരാജ്യം തുടർന്നിടവേ ദൈവത്തിൻ മനമാരു കണ്ടു. അപ്പോഴാണ് വൈകുന്നേരമായപ്പോൾ ആന ഈവനിങ് വാക്കിനിറങ്ങി, നൈറ്റ് വാക്കിനിറങ്ങിയത്. ആന അതുവഴി ഇങ്ങനെ നടന്നു വന്ന് പതുക്കെ തുമ്പിക്കൈ കൊണ്ട് ആ ഒരു താമര മുട്ടിനെ ഇങ്ങ് പറിച്ചെടുത്ത് നിലത്തിട്ട് ഒരു ചവിട്ടും ഒരു തേപ്പും തേച്ചപ്പോൾ ആ മുട്ടിനകത്തിരുന്ന വണ്ട് തീർന്നു. അതുപോലെയാണ് നമ്മുടെ ജീവിതവും. ഏത് നിമിഷമാണ് തീരുന്നത് എന്ന് നമുക്കറിഞ്ഞുകൂടാ. വേണമെങ്കിൽ ഇന്ന് തീരാം. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ഇപ്പോൾ തന്നെ നിങ്ങളെ ഉദ്ധരിപ്പിച്ചുകൊള്ളൂ. ഏതിൽ നിന്ന്? നിങ്ങളിലെ ഞാൻ ഭാവത്തിൽ നിന്ന്. ഈ നാമരൂപധാരിയായ ഞാനല്ല എന്നിലെ യഥാർത്ഥ ഞാൻ. ഈ ഞാനിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ ശരീരത്തിൽ തന്നെ സ്വയം പ്രകാശിച്ചു നിൽക്കുന്ന സർവാന്തര്യാമിയായ ആ ആത്മചൈതന്യം, അതാണ് എന്നിലെ യഥാർത്ഥ ഞാൻ എന്ന ബോധത്തിലേക്ക് നിങ്ങൾ ഉണർന്ന് ആ ഉണർവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സർവ്വകർമ്മങ്ങളിലും വ്യാപരിക്കാം. ഒന്നിൽ നിന്നും ഒഴിയണ്ട. ഭാര്യയെ കളയണ്ട, മക്കളെ കളയണ്ട, കുടുംബം കളയണ്ട, ഒളിച്ചോടണ്ട. ബുദ്ധൻ ഓടിയതുപോലെ ഒന്നും ഓടണ്ട. എന്താ? പട്ടണത്ത് പിള്ളയാർ എല്ലാവരുടെയും ബുദ്ധനെ പോലെ ഒളിച്ചോടില്ല. ഭാര്യയും അമ്മയുടെ എല്ലാം മുമ്പിൽ വെച്ച് ഞാൻ ഇതാ പോകുന്നു എന്ന് പറഞ്ഞ് അവരെല്ലാം ഉപേക്ഷിച്ചിട്ട് പോയി. അവരോടെല്ലാം നേരിട്ട് മുഖത്ത് നോക്കി എല്ലാ കാര്യങ്ങളും പറഞ്ഞു, പരിവാരങ്ങളോടും എല്ലാം പറഞ്ഞു. എന്നിട്ട് എൻ്റെ എല്ലാ ഖജനാവും തുറന്നിട്ടേരെ, ആവശ്യമുള്ള ആളുകളെല്ലാം എടുത്തുകൊണ്ട് പോകട്ടെ, ഖജനാവ് തുറന്നിട്ടേക്കൂ. പട്ടണത്ത് പിള്ളയാർ പറഞ്ഞു. പട്ടണത്ത് പിള്ളയാരല്ല, തിരുവൻകാടൻ. അദ്ദേഹത്തിൻ്റെ നില അതായിരുന്നു. അപ്പോൾ ബുദ്ധൻ്റെത് പലായനം. ഇതാ, ബുദ്ധനെ കുറ്റം പറയുകയല്ല, അത് അദ്ദേഹത്തിൻ്റെ പ്രാരബ്ധം. ഇത് വെൺകാടൻ്റെ പ്രാരബ്ധം. ബാലകൃഷ്ണൻ നായർ ഭാര്യയെ ഉപേക്ഷിച്ചില്ല, മക്കളെ ഉപേക്ഷിച്ചില്ല, എല്ലാവരോടൊപ്പം ജീവിച്ചുകൊണ്ട് ആ നിലയിൽ തന്നെ ജീവിച്ചു. കാരണം എന്താ? അതാണ് അദ്ദേഹത്തിൻ്റെ അറിവ്. ആ അറിവ് നിലയിൽ, ആ തരത്തിലുള്ള അറിവ് നില. അതുകൊണ്ട് നിങ്ങൾക്ക്
മാതൃകയായിട്ട് സ്വീകരിക്കാവുന്നത് ബാലകൃഷ്ണൻ നായർ സാറിൻ്റെ ജീവിതം. എല്ലാത്തിൻ്റെയും നടുവിലിരുന്നു കൊണ്ട് ഒന്നിനെയും ഉപേക്ഷിക്കാതെ എല്ലാത്തിനെയും ഉപേക്ഷിക്കണം. ദാറ്റ് ഈസ് ആർട്ട് ഓഫ് ലിവിങ്. അങ്ങനെ നിങ്ങൾ ഓരോരുത്തരും ജീവിച്ചാൽ നിങ്ങൾക്ക് ഈ ജന്മത്തിൽ തന്നെ മോക്ഷം നേടാൻ സാധിക്കും. എന്താ മോക്ഷം? ഇനി ജനിക്കാതിരിക്കണമെങ്കിൽ മരിക്കാതിരിക്കണം. എങ്ങനെയാണ് മരിക്കാതിരിക്കുന്നത്? നിങ്ങളുടെ ശ്രദ്ധയെ ആരാണോ ഈ എന്നിലെ ഞാനല്ല, എന്നിലെ യഥാർത്ഥ ഞാൻ, ഈ ഞാനിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ ശരീരത്തിൽ സ്വയം പ്രകാശിച്ചു നിൽക്കുന്ന ആ ആത്മചൈതന്യമാണ് എന്നിലെ യഥാർത്ഥ ഞാൻ എന്ന ബോധത്തിലേക്ക് ഉണർന്ന് ആ ഉണർവ് നിലയിൽ തന്നെ ആരുടെ ശ്രദ്ധയാണോ സദാ തന്നിൽ സ്ഥിരപ്പെട്ടിരിക്കുന്നത് അവന് മരണമില്ല. ഉറപ്പ്. അവൻ്റെ ശരീരം ഈ പ്രാരബ്ധം അവസാനിക്കുന്ന സമയത്ത് ഉണങ്ങിയ മടല് അടർന്നു വീഴുന്നത് പോലെ അടർന്നു വീഴും. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവൻ ചേരേണ്ടതുമായിട്ട് ചേർന്ന് കഴിഞ്ഞു, തന്നിലെ താനുമായിട്ട് യോജിച്ചു കഴിഞ്ഞു. ദാറ്റ് ഈസ് കാൾഡ് യോഗ. ജീവപരയോരൈക്യം. അതാണ് നമ്മൾ നദിയുടെ ഉദാഹരണത്തിൽ പറഞ്ഞത്. യഥാ നദ്യഃ സ്യന്തമാനാഃ സമുദ്രേ അസ്തം ഗച്ഛന്തി നാമരൂപേ വിഹായ തഥാ വിദ്വാൻ നാമരൂപാത് വിമുക്തഃ പരാത്പരം ഉപൈതി ദിവ്യം. നദി സമുദ്രത്തിൽ ചേരുമ്പോൾ ഏത് പ്രകാരമാണോ നാമരൂപങ്ങളെ എല്ലാം വെടിഞ്ഞ് കരമന നദി സമുദ്രത്തിൽ ചേരുമ്പോൾ പിന്നെ കരമന നദി ഇല്ല. അതുപോലെ കുട്ടപ്പൻ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈ കുട്ടപ്പനായ ഞാനല്ല, നാമരൂപരഹിതമായ എന്നിലെ താനാണ് എന്ന് തിരിച്ചറിഞ്ഞ് അതുമായിട്ട് തൻ്റെ ശ്രദ്ധയെ ആരാണോ യോജിപ്പിക്കുന്നത്, ആ യോജിപ്പിൽ തന്നെ ആരാണോ തൻ്റെ ശ്രദ്ധയെ സദാ ബലപ്പെടുത്തുന്നത്, നിരന്തര വിചാരത്തിലൂടെ ബലപ്പെടുത്തുന്നത്, ആ ശ്രദ്ധയിൽ തന്നെ ഇരുന്നു കൊണ്ട് സർവകർമ്മങ്ങളിലും വ്യാപരിക്കുന്നത്, ഒന്നിൽ നിന്നും ഒളിച്ചോടേണ്ട. ബാലകൃഷ്ണൻ നായർ എല്ലാത്തിൻ്റെയും ഈ ഭാവത്തിലിരുന്നു കൊണ്ട് ഭാര്യയെ കളഞ്ഞില്ല, മക്കളെ കളഞ്ഞില്ല. അവസാനം ഭാര്യയ്ക്ക് വളരെ വലിയ അസുഖം ഉണ്ടായിരിക്കുന്ന സമയത്ത് ആ ഭാര്യയെ ഇരുന്നും നിന്നും കിടന്നും ഒക്കെ ബാലകൃഷ്ണൻ നായർ സാർ സേവിച്ചു. മലം വരെ കോരി. ഒരു വൈമനസ്യവുമില്ല അദ്ദേഹത്തിന്. കാരണം എന്താ? അതെന്നിലെ ഞാൻ. പക്ഷെ ഞാൻ ഈ മലം കോരുന്ന ബാലകൃഷ്ണനല്ല. അദ്ദേഹം തിരിച്ചറിഞ്ഞിരുന്നു, ഞാൻ നാമരൂപരഹിതമായ ആ ചൈതന്യത്തിൽ എൻ്റെ ശ്രദ്ധയെ ഉണർത്തി അതിൽ സ്ഥിരപ്പെടുത്തി കഴിഞ്ഞു. ദാറ്റ് ഈസ് സ്ഥിതപ്രജ്ഞൻ. അതുകൊണ്ടാണ് അദ്ദേഹത്തെ സ്ഥിതപ്രജ്ഞൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ നോട്ടീസ് ബാലകൃഷ്ണ ബ്രഹ്മം എന്നെഴുതിയിരുന്നത് അതുകൊണ്ടാണ്. ആ ബ്രഹ്മവുമായിട്ട് അദ്ദേഹം യോജിച്ചു. നിങ്ങൾക്കും ഓരോരുത്തർക്കും ആ നിലയിലേക്ക് ഉയരാനുള്ള അവസരമാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. വേണ്ടതെന്താ? ശ്രവണം, കേൾക്കണം. ദാ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു. ആ കേൾവി, ആ കേൾക്കൽ മാത്രം നമുക്ക് കിട്ടിയെന്നുമില്ല. ശ്രവണം തു ഗുരോഹപൂർവം മനനം തദനന്തരം നിരിധ്യാസനമിത്യേതത് പൂർണ്ണബോധസ്യ കാരണം. ആ പൂർണ്ണബോധത്തിലേക്ക് ഉണരുന്നതിനുള്ള ഒരേ ഒരു കാര്യം ശ്രവണം. നിരന്തരമായിട്ട് ശ്രവിക്കുക. കേട്ടതിനെ മറന്നു പോകാതെ ഉൾക്കൊണ്ട് നിരന്തരമായിട്ട് വിചാരം ചെയ്യണം. വിചാരം ചെയ്ത് 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 അതിൽ ഉറപ്പ് നേടണം. അതിൽ ഉറപ്പ് നേടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാൻ സാധിക്കും, എന്താ? ആ ആത്മചൈതന്യം, ഈ ആത്മചൈതന്യം, അതിനെ തന്നെയാണ് ബോധസ്വരൂപം എന്ന് ബാലകൃഷ്ണൻ നായർ സാർ പറയുന്നത്. ബോധസ്വരൂപം, ആത്മസ്വരൂപം. അയം ആത്മാ ബ്രഹ്മ. മറ്റൊരു മഹാവാക്യം, അയം ആത്മാ ബ്രഹ്മ. ഈ ആത്മാവ് ബ്രഹ്മമാകുന്നു. ഈ ആത്മാവ് തന്നെയാണ് ബ്രഹ്മം. ആ ആത്മാവ് ഈശ്വരഭാവത്തിൽ ശരീരത്തിനകത്തിരിക്കുന്നത് ഉപാധി സഹിതമായിട്ടിരിക്കുന്നത് കൊണ്ടാണ്. സോപാധിക ബ്രഹ്മം, ഈശ്വരൻ. ആ ഈശ്വരൻ്റെ ഉപാധി എന്ന് പറയുന്നത് മായ. ജീവൻ്റെ ഉപാധി എന്ന് പറയുന്നത് അവിദ്യ. തന്നിലെ ഞാൻ എന്താണ്? അവിദ്യോപാധിക ബ്രഹ്മം.
തന്നിലെ താൻ മായോപാധിക ബ്രഹ്മം, ഈശ്വരൻ തന്നെയാണത്. തന്നിലെ താൻ ആ മായയാകുന്ന ഉപാധിയും മാറുമ്പോഴാണ് നിരുപാധിക ബ്രഹ്മം. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരാത് വ്യതിരിക്ത പഞ്ചകോശാതീത സൻ അവസ്ഥാത്രയ സാക്ഷി സച്ചിദാനന്ദ സ്വരൂപ സൻ യഃ തിഷ്ഠതി സ ആത്മാ. നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളിലിരിക്കുന്നു. നിങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോൾ ആ ഉറക്കത്തിനും സാക്ഷിയായിട്ട് നിങ്ങളുടെ ഉള്ളിൽ സ്വയം പ്രകാശിച്ചു നിൽക്കുന്ന ആ ചൈതന്യം, അതാണ് നിങ്ങളിലെ താൻ, അതാണ് ആത്മചൈതന്യം. ഈ ആത്മാവാണ് എൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് പറഞ്ഞാൽ അയം ആത്മാ ബ്രഹ്മ. ഈ ആത്മാവ് തന്നെയാണ് ബ്രഹ്മം. എങ്ങനെ? ഉപാധിരഹിതമാകുമ്പോൾ അയം ആത്മാ ബ്രഹ്മ. ആ ബോധത്തിലേക്ക് നിങ്ങൾ ഉണർന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തൻ്റെ ഇടമായിട്ട് പറയാൻ സാധിക്കും. എന്താ? അഹം ബ്രഹ്മാസ്മി, യജുർവേദത്തിലെ മഹാവാക്യം. അഹം ബ്രഹ്മാസ്മി. തൻ്റെ ഇടമായിട്ട് നിങ്ങൾക്ക് പറയാൻ സാധിക്കും, ഞാൻ ഈ ആത്മചൈതന്യമാണെന്നറിയുന്നു. ഈ ആത്മാവും ബ്രഹ്മവും ഒന്നു തന്നെയാണ്. ഉപാധി ഇല്ലാതാകുമ്പോൾ ബ്രഹ്മം, ഉപാധിയോടൊപ്പം ഇരിക്കുമ്പോൾ ആത്മാവ് എന്ന് പറയുന്നു. അതുകൊണ്ടാണ് ആത്മൈവ ബ്രഹ്മ എന്ന് പറയുന്നത്. അപ്പോൾ തത്വമസി, അയമാത്മാ ബ്രഹ്മ, പിന്നെ അഹം ബ്രഹ്മാസ്മി, ഇനി ഒരെണ്ണമുണ്ടല്ലോ പ്രജ്ഞാനം ബ്രഹ്മ. എന്താ പ്രജ്ഞാനം ബ്രഹ്മ? ഈ ബോധം, ബോധസ്വരൂപം, നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലിരിക്കുന്ന ആ ആത്മചൈതന്യം തന്നെയാണ് ബോധസ്വരൂപം. ഇതെല്ലാം ഒന്നു തന്നെയാണ്, പല പേരുകളിൽ അറിയപ്പെടുന്നു. ഈ ജീവിതത്തിൽ ഇത് കേൾക്കാൻ പോലും അവസരം കിട്ടുകയില്ല. ജീവഃ പ്രജ്ഞാന ശബ്ദസ്യ ബ്രഹ്മശബ്ദസ്യ ച ഈശ്വരഃ പ്രജ്ഞാനം ബ്രഹ്മ. ഋഭു നിദാകൻ ഉപദേശിക്കുകയാണ്, ജീവഃ പ്രജ്ഞാന ശബ്ദസ്യ ബ്രഹ്മശബ്ദസ്യ ച ഈശ്വരഃ ഐക്യമസ്മി ഇത്യഖണ്ഡാർത്ഥം അഖണ്ഡൈകരസം സതതം. ജീവനെന്ന് പറയുന്നത് ആ ബോധസ്വരൂപം തന്നെയാണ്. എങ്ങനെ? ലക്ഷ്യാർത്ഥത്തിൽ. നമ്മൾ ലക്ഷ്യാർത്ഥത്തെക്കുറിച്ച് പറഞ്ഞു. ബ്രഹ്മശബ്ദസ്യ ച ഈശ്വരഃ. ജീവഭാവത്തിലിരിക്കുന്ന ആ ജീവൻ ഈശ്വരൻ തന്നെയാകുന്നത് ആ ലക്ഷ്യാർത്ഥത്തെയും വാച്യാർത്ഥത്തെയും കുറിച്ചുള്ള തിരിച്ചറിവുണ്ടാകുന്ന അവസരത്തിലാണ്. ആ തിരിച്ചറിവുണ്ടായിരിക്കണം. വെള്ളമടിച്ചു കിടക്കുന്ന കുട്ടപ്പൻ ഈശ്വരനല്ല. തത്വമസി എന്ന് പറയുമ്പോൾ റോഡിൽ വെള്ളമടിച്ചു കിടക്കുന്ന ആ കുട്ടപ്പനെ നിങ്ങൾ ഈശ്വരൻ എന്ന് പറയുമോ? അല്ല, കുട്ടപ്പനല്ല ഈശ്വരൻ. ആ വെള്ളമടിച്ചു കിടക്കുന്ന കുട്ടപ്പനിലുള്ള അവനിലെ താൻ, അവനിലെ ദിവ്യസ്വരൂപം എല്ലാവരിലുമുണ്ട്. അവിടെ ഹിന്ദു, ക്രിസ്ത്യൻ, മുസൽമാൻ ഈ വ്യത്യാസമൊന്നുമില്ല. പട്ടി, പൂച്ച, മാക്രി, എലി ഒരു വ്യത്യാസവുമില്ല. സർവചരാചരങ്ങളുടെയും ഉള്ളിൽ കൂടി കടന്നു പോകുന്ന ആ ഏകമായ വസ്തു സമം സർവേഷു ഭൂതേഷു തിഷ്ഠന്തം പരമേശ്വരം. അതിനെ ഓരോരുത്തരും അവരവരിൽ കാണാം. അതാണ് ഇന്നലെ പറഞ്ഞത്, ആ സാക്ഷാത്കാരം എന്ന് പറയുന്നത് ഒരു ദേവനിലൂടെയും നമുക്ക് കിട്ടുന്നതല്ല, ഒരമ്പലത്തിൽ നിന്നും കിട്ടുന്നതല്ല, ഒരു ഈശ്വരനിൽ നിന്നും കിട്ടുന്നതല്ല. അവനവനിൽ കൂടി മാത്രമേ കിട്ടൂ. അവനവനിൽ കൂടി അല്ലാതെ മറ്റൊരു തരത്തിലും ഈശ്വര സാക്ഷാത്കാരം കിട്ടുകയില്ല. കാശിയിൽ പോയാലും കൈലാസത്തിൽ പോയാലും ഒന്നും കിട്ടുകയില്ല. അതൊക്കെ കാഷായ വിട്ടാൽ കിട്ടുമോ? കിട്ടുകയില്ല. സന്യാസിയായാൽ കിട്ടുമോ? കിട്ടുകയില്ല. ഈ അറിവിലേക്ക് നിങ്ങൾ ഉണരണം. ഈ അറിവിലേക്ക് ഉണരാൻ വേണ്ടിയിട്ട് കാഷായ വസ്ത്രം ആവശ്യമില്ല, സന്യാസിയാകേണ്ട കാര്യമില്ല. അപ്പോൾ കുടുംബസ്ഥനായിരിക്കുന്ന ഗൃഹസ്ഥന്മാരായിട്ട് ജീവിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ബാലകൃഷ്ണൻ നായർ സാർ അല്ലെങ്കിൽ ശങ്കരാചാര്യ സ്വാമികൾ ഏതു നിലയിൽ ജീവിച്ചിരുന്നുവോ ആ നിലയിലേക്ക് തന്നെ ഉയർത്താം, ഉയരാം. ഒരു സംശയവും വേണ്ട.
ആർക്കും. എന്താ വേണ്ടത്? അറിവ്. ഞാനെന്ന് പറയുന്നത് ആ ശുദ്ധ സ്വരൂപം എന്നിലെ ഞാനല്ല, എന്നിലെ ഈ അറിവ് നിങ്ങൾക്ക് അങ്ങോട്ട് ഉള്ളിൽ നിർത്താൻ എന്താ പാട്? എന്തെങ്കിലും സാധന ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ? ഒരു സാധനയും വേണ്ടല്ലോ. ഈ കേട്ടുകൊണ്ടിരിക്കുന്ന അറിവ് നിങ്ങൾ സദാ നിങ്ങളുടെ ഉള്ളിൽ നിലനിർത്തുക. ഈ ഞാനെന്ന് പറയുന്ന വിലാസിനി അല്ല എന്നിലെ യഥാർത്ഥ ഞാൻ. ആ ഞാനിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ ശരീരത്തിൽ ഉണ്ടാകുന്ന ജാഗ്രത്, സ്വപ്ന, സുഷുപ്തി അവസ്ഥകൾക്കെല്ലാം സാക്ഷിയായിരിക്കുന്ന ആ ചൈതന്യം, അതാണ് എന്നിലെ യഥാർത്ഥ ഞാൻ എന്ന ബോധത്തിലേക്ക് ഉണർന്ന് ആ ബോധനിലയിൽ ആർക്ക് തൻ്റെ ശ്രദ്ധയെ സദാ നിലനിർത്തിക്കൊണ്ട് സർവകർമ്മങ്ങളിലും വ്യാപരിക്കാൻ കഴിയുന്നുവോ അവന് മാത്രമേ ആത്മസാക്ഷാത്കാരം കിട്ടുകയുള്ളൂ. വേറെ ഒരു തരത്തിലും കിട്ടുകയില്ല. ജീവിതകാലം മുഴുവനും കണ്ണുമടച്ച് തപസ് ചെയ്തുകൊണ്ടൊന്നും കിട്ടുകയില്ല. ജീവിതകാലം മുഴുവനും മന്ത്രം ജപിച്ചുകൊണ്ട് കിടന്നാലും കിട്ടത്തില്ല. ജീവിതകാലം മുഴുവനും തീർത്ഥങ്ങൾ തോടും കയറിയിടങ്ങി നടന്നാലൊന്നും കിട്ടത്തില്ല. ഈ അറിവ് നിലയിൽ ആർക്ക് തൻ്റെ ശ്രദ്ധയെ സദാ നിലനിർത്തുവാൻ സാധിക്കുന്നുവോ, ആ നിലയിൽ നിന്നുകൊണ്ട് സർവകർമ്മങ്ങളിലും വ്യാപരിക്കുന്നുവോ അവൻ മഹാൻ, അവൻ ജീവൻ മുക്തൻ. ഒരു സെൻ ഗുരുവിനെ തേടി ഒരാൾ വന്നു. ആ സെൻ ഗുരുവിനെ കാണാനായിട്ട് വന്നപ്പോൾ ആശ്രമത്തിൻ്റെ പടിയിലൊക്കെ കടന്ന് അകത്തോട്ട് കയറിയപ്പോൾ ഒരാൾ വെള്ളം കോരിക്കൊണ്ട് നിൽക്കുന്നു. വെള്ളം കോരിക്കൊണ്ട് നിന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇവിടുത്തെ ഗുരുവിനെ കാണാൻ വന്നതാണ്. ആഹാ, എന്നാൽ അവിടെ ഇരിക്കുക, ഗുരു വരും. നോക്കിയപ്പോൾ ഒരു വളരെ കറുത്ത ഒരാൾ വെള്ളം കോരിക്കൊണ്ട് നിൽക്കുന്നു. ഇരിക്കൂ. അല്ല, എനിക്ക് ഗുരുവിനെ കണ്ടിട്ട് പോകാനുണ്ട്. ആ, എന്നാൽ വരൂ എന്ന് പറഞ്ഞിട്ട് അകത്തോട്ട് വിളിച്ചുകൊണ്ട് പോയി. എനിക്കിത് കഴിഞ്ഞ് വേറെ ജോലിയുണ്ട്. ഇതാ കൂട്ടിയിട്ടിരിക്കുന്നില്ലേ വിറക്, അത് മുഴുവനും കീറാനുള്ളതാണ്. അത് മുഴുവനും ഞാൻ തന്നെ കീറണം. അപ്പോൾ ആ ഗുരു ഞാൻ തന്നെയാണ്. ആ ഗുരു ഞാൻ തന്നെയാണ്. വെള്ളം കോരിക്കൊണ്ടിരിക്കുന്ന ഗുരു, വിറക് വെട്ടിക്കൊണ്ടിരിക്കുന്ന ഗുരു, ഒന്നിനും ഒരു തടസ്സവുമില്ല. ഏത് കർമ്മത്തിൽ വ്യാപരിക്കുന്നതിനും ഒരു തടസ്സവുമില്ല. കാരണം ആ ഗുരുവിലെ ഞാൻ വിറക് വെട്ടുന്നു, ആ ഗുരുവിലെ ഞാൻ വെള്ളം കോരുന്നു, ആ ഗുരുവിലെ താൻ വെള്ളം കോരാതിരിക്കുന്നു. വെള്ളം കോരുമ്പോൾ ആ ഗുരുവിലെ താൻ വെള്ളം കോരുന്നില്ല. ആരാ വെള്ളം കോരുന്നത്? ഗുരുവിലെ ഞാൻ വെള്ളം കോരുന്നു. ആ വെള്ളം കോരുന്ന ഗുരുവിലെ താൻ വെള്ളം കോരാതെ സാക്ഷിഭാവത്തിലിരിക്കുന്നു. അതുപോലെ നിങ്ങളും നിങ്ങളുടെ ശ്രദ്ധയെ നിങ്ങളിലെ താൻ ഭാവത്തിലേക്ക് ഉയർത്തി എന്താ നല്ല പശ ഉണ്ടെങ്കിൽ ഒട്ടിച്ചു വയ്ക്കണം. ശ്രദ്ധയാകുന്ന പശ. ഇപ്പോൾ പലതരത്തിലുള്ള പശകളുണ്ട് ഒട്ടിക്കാനായിട്ട്. അതുപോലെ ശ്രദ്ധയാകുന്ന പശ. ശ്രദ്ധാവാൻ ബലവാൻ ഭവതി യോ യ ശ്രദ്ധഃ സ ഏവ സഹ. അതുകൊണ്ട് ഏതൊരാളാണോ തൻ്റെ ശ്രദ്ധയെ അതിലേക്ക് സദാ ഉയർത്തി നിർത്തുന്നത് അവൻ ഈ ജന്മത്തിൽ തന്നെ നേടിയിരിക്കും. മരിക്കുന്ന സമയത്ത് ആരുടെ ശ്രദ്ധയാണോ അതിൽ തന്നെ നിലനിൽക്കുന്നത്, അതാണോ പെണ്ണോ ആരോ ആകട്ടെ. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് സ്ത്രീകൾക്ക് മോക്ഷം കിട്ടുകയില്ല എന്നൊക്കെ മഹാന്മാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ തെറ്റ്. എന്താ സ്ത്രീകൾക്ക് എന്താ കുഴപ്പം? ഈ കേൾക്കുന്ന അറിവ് നിങ്ങൾക്ക് ശ്രദ്ധാപൂർവം നിങ്ങളുടെ ഉള്ളിൽ സദാ നിലനിർത്താൻ കഴിയുമെങ്കിൽ മോക്ഷത്തിന് വേറെ എവിടെ പോകണം? ആ പറഞ്ഞ മഹാൻ്റെ അടുത്ത് പോയാൽ മോക്ഷം തരുമോ? സ്ത്രീകൾക്ക് മോക്ഷം കിട്ടില്ല എന്ന് പറയുന്ന ആ മഹാൻ്റെ അടുത്ത് പോയാൽ മോക്ഷം കൊടുക്കുമോ? അദ്ദേഹത്തിന് കൊടുക്കാൻ കഴിയുമോ? ഇല്ല. നിങ്ങൾ ഇത് ചെയ്യുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് മോക്ഷം ഉറപ്പ്. എന്താണ്? ഈ നാമരൂപധാരിയായ ഞാനല്ല എന്നിലെ യഥാർത്ഥ ഞാൻ, ഈ ഞാനിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ ശരീരത്തിൽ സ്വയം പ്രകാശിച്ചു നിൽക്കുന്ന ആ ചൈതന്യ സ്വരൂപം, അതാണ് എന്നിലെ യഥാർത്ഥ ഞാൻ എന്ന ബോധത്തിലേക്ക് ഉണർന്ന് ആ ഉണർവ് നില ആരാണോ സദാ നിലനിർത്തുന്നത്, അവൻ ആണായാലും പെണ്ണായാലും ഹിന്ദു ആയാലും ക്രിസ്ത്യാനി ആയാലും മുസൽമാനായാലും മോക്ഷം ഉറപ്പ്.
അതാണ് സനാതനധർമ്മത്തിൻ്റെ തത്വസംഹിത. അത് ഹിന്ദുവിന് മാത്രമുള്ളതല്ല. അതല്ലേ പറഞ്ഞത്, ജാതി നീതി കുലഗോത്രദൂരകം നാമരൂപ ഗുണദോഷവർജിതം ദേശകാല വിഷയാധിവർത്തി യത് ബ്രഹ്മ. എല്ലാ സ്ഥലങ്ങളിലും. പക്ഷേ മനുഷ്യ ശരീരത്തിലായിരിക്കണം. ഒരു പട്ടിക്ക് ഈ നിലയിലേക്ക് ഉയരാൻ ഒക്കില്ല. എന്താ? തിരിച്ചറിവില്ല. എന്നെങ്കിലും മനുഷ്യ ശരീരത്തിൽ ജീവിക്കാനുള്ള അവസരം കിട്ടിയാൽ മാത്രമേ ഈ നിലയിലേക്ക് ഒരാളിന് ഉയരാൻ സാധിക്കൂ. ഇപ്പോൾ മനുഷ്യ ശരീരത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഓരോരുത്തരും. ഏത് നിമിഷവും നിങ്ങൾ അങ്ങനെ വണ്ട് തേൻ കുടിച്ചതുപോലെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്, സുഖമായിട്ട് കുടിച്ചിരിക്കുകയാണ്. ആന പിന്നാലെ വരുന്നുണ്ട്, ചവിട്ടി അരച്ചു കളയും. ഏതു നിമിഷവും ഈ ശരീരത്തിൽ നിന്ന് ഈ ജീവൻ പിരിയുന്നതിന് മുൻപ് പ്രിയമുള്ളവരെ, നിങ്ങൾ ഓരോരുത്തരും ഞാൻ ഇതല്ല, ഇതിനകത്തിരിക്കുന്ന അത്. അതാണ് തത്വമസി എന്നുള്ള ഗംഭീരമായ ഉപദേശം. അതങ്ങോട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സ്വയം പ്രഖ്യാപിക്കാം, അഹം ബ്രഹ്മാസ്മി. ഏതിലെ? ബൃഹദാരണ്യോപനിഷത്ത്. ഏതു വേദം? യജുർവേദം. യജുർവേദത്തിലെ ആ പ്രസിദ്ധമായ മന്ത്രം നിങ്ങൾക്ക് ഓരോരുത്തരും തൻ്റെ ഇടമായിട്ട് എടുത്ത് പ്രഖ്യാപിക്കാം. ശ്രീകൃഷ്ണൻ പറയുന്നില്ലേ, അഹമാത്മാ ഗുഡാകേശ. അതുപോലെ നിങ്ങൾക്കും ഞാൻ ആ ആത്മചൈതന്യമാണ് എന്ന് ബോധിക്കാൻ കഴിഞ്ഞാൽ ആരുടെ അനുവാദം വേണം? നിങ്ങൾക്കും പറയാം അഹമാത്മാ. ഒരു സംശയവും വേണ്ട, ആരുടെയും അനുവാദം വേണ്ട. വേണ്ടത് നിങ്ങളുടെ ശ്രദ്ധ, നിങ്ങളുടെ ആത്മബലം, നിങ്ങളുടെ അറിവിൻ്റെ ബലം. നിങ്ങൾ ആ അറിവിൽ ഉറച്ചിരിക്കുന്നു. ഐ എം ദാറ്റ്. ആ നില നിങ്ങൾക്കുണ്ടാകുമെങ്കിൽ തീർച്ചയായിട്ടും. അതാണ് ഋഭുഗീതയിൽ പറയുന്നു, അഹം പദസ്യ ജീവോ അർത്ഥ ഈശോ ബ്രഹ്മപദസ്യ ഹി അസ്മീതി പദഭാഗസ്യ അഖണ്ഡാകാരവൃത്തികം. ഇവിടെ ലക്ഷ്യാർത്ഥത്തെയും വാച്യാർത്ഥത്തെയും പ്രത്യേകമായിട്ട് പറയുന്നില്ല. നമ്മൾ ലക്ഷ്യാർത്ഥത്തെയും വാച്യാർത്ഥത്തെയും വ്യക്തമായിട്ട് പറഞ്ഞു. വാച്യാർത്ഥത്തെ തള്ളിക്കളഞ്ഞിട്ട് ലക്ഷ്യാർത്ഥത്തിലാണ് ഐക്യമുണ്ടാകുന്നത്. തന്നിലെ കുട്ടപ്പനാകുന്ന ഞാൻ, തന്നിലിരിക്കുന്ന ആ ദിവ്യസ്വരൂപവുമായിട്ട് ഒരിക്കലും ഐക്യമുണ്ടാകില്ല. അത് സർവജ്ഞൻ, ഞാൻ കിഞ്ചിജ്ഞൻ. എന്നിലെ ഞാൻ ഒരിക്കലും ആ താനുമായിട്ട് ഐക്യപ്പെടുകയില്ല. അതിലെ ലക്ഷ്യാർത്ഥങ്ങൾക്കാണ് ഐക്യമുണ്ടാകുന്നത്. ത്വം പദത്തിൻ്റെ ലക്ഷ്യാർത്ഥം എന്നിലെ താൻ. അത് ശരിക്കും നിങ്ങൾ ഓർത്തുകൊള്ളണം. തത്വമസി എന്ന് പറയുന്നതിൽ ത്വം നീ, നിന്നിലെ നാമരൂപധാരിയായ നീ അല്ല, പിന്നെ ആ നാമരൂപധാരിയായ നിന്നിലെ സാക്ഷി ചൈതന്യം, നാമരൂപരഹിതമായ സാക്ഷി ചൈതന്യം. അതാണ് ത്വം പദത്തിൻ്റെ ലക്ഷ്യാർത്ഥം. അതിനാണ് തത്പദത്തിൻ്റെ ലക്ഷ്യാർത്ഥവുമായിട്ട് ഐക്യമുണ്ടാകുന്നത്. അതുകൊണ്ട് തത്വമസി എന്ന് പറയുമ്പോൾ വാച്യാർത്ഥങ്ങൾക്കല്ല ഐക്യം, ലക്ഷ്യാർത്ഥങ്ങൾക്കാണ്. അങ്ങനെ ഏതൊരാളാണോ ഇതിൽ 4 വാക്യങ്ങൾ പറഞ്ഞതിൽ ഉപദേശമഹാവാക്യം അസ്തിത്വം ഇതി നിർണയഃ തഥൈവ അനുഭവം വാക്യം അഹം ബ്രഹ്മാസ്മി നിർണയഃ. ഉപദേശവാക്യം എന്ന് പറയുന്നതാണ് തത്വമസി. തത്വമസി ഉപദേശവാക്യം. ഋഭു നിധാകനോട് ഉപദേശിക്കുന്നു, തത്വമസി എന്ന് പറയുന്നത് ഉപദേശവാക്യം. അസ്തിത്വം ഇതി നിർണയഃ തഥൈവ, നീ അതാകുന്നു എന്നുള്ള നിർണയം. അതാണ് പറയുന്നത്, അതാണ് കേൾക്കുന്നത്, അതാണ് വേദാന്ത ശ്രവണം എന്ന് പറയുന്നത്.
തത്വമസിയെക്കുറിച്ച് കേൾക്കുന്നതാണ് വേദാന്ത ശ്രവണം, മറ്റൊന്നുമല്ല. തഥൈവ അനുഭവം വാക്യം അഹം ബ്രഹ്മാസ്മി. അനുഭവവാക്യം, ഉപദേശവാക്യം തത്വമസി, അനുഭവവാക്യം അഹം ബ്രഹ്മാസ്മി. ആ അനുഭവം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഞാൻ കേട്ട് 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 ആ അറിവ് ഉറച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാറാകും ഞാൻ അതാണ്. ഞാൻ അതാണ് എന്ന് പറയുമ്പോൾ ആ അത് എല്ലാത്തിലുമായിട്ട് വ്യാപിച്ചു നിൽക്കുന്നു, സർവാന്തര്യാമി. ആ നിലയിലേക്ക് ഉയർന്നപ്പോഴാണ് തിരുവൻകാടർ ജീവൻ മുക്താവസ്ഥയിൽ കഴുതകളുമായിട്ടും പട്ടികളുമായിട്ടും ഇങ്ങനെ കളിച്ചു നടന്നത്, കുട്ടികളുമായിട്ടും ഒക്കെ ഒന്നിച്ച് കളിച്ചു നടന്നത് സർവാത്മഭാവത്തിലേക്ക് ഉയർന്നത് കൊണ്ടാണ്. ആ സർവാത്മഭാവത്തിലേക്ക് ഉയരുന്നത് എങ്ങനെയാണ്? അറിവിലൂടെയാണ്. അറിവെങ്ങനെയാണ് ഉണ്ടാകുന്നത്? ആരാണോ തന്നിലെ ഞാൻ ഭാവത്തിൽ നിന്ന് തന്നിലെ താൻ ഭാവത്തിലേക്ക് തന്നെ ഉദ്ധരിപ്പിക്കുന്നത്, ഉയർത്തുന്നത്, എങ്ങനെയാണ് ഉയർത്തുന്നത്? അറിവിലൂടെ. തിരിച്ചറിയണം. ആ തിരിച്ചറിവ് മനുഷ്യ ശരീരത്തിൽ ജീവിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഏതു മനുഷ്യർക്കും ഇത് കേൾക്കുന്ന അവസരത്തിൽ ആ അറിവിലേക്ക് ഉറയ്ക്കാൻ സാധിക്കാത്ത, ചിത്തശുദ്ധി ഇല്ലാത്തവർക്ക് സാധനകൾ ആവശ്യമാണ്. അവർക്കാണ് സാധനകൾ ആവശ്യം, വളരെയധികം സാധനകൾ ആവശ്യം. എന്തെല്ലാം സാധനങ്ങൾ ഇവിടെ നിലനിർത്തിയിട്ടുണ്ടോ അതെല്ലാം ഈ ചിത്തശുദ്ധി ഇല്ലാത്തവർക്ക് വേണ്ടിയാണ്. ചിത്തശുദ്ധി ഇല്ലെങ്കിൽ, ചിത്തശുദ്ധി ഉണ്ടെങ്കിൽ ഒരു സാധനയുടെയും ആവശ്യമില്ല. ഈ കേൾക്കുന്നതിലൂടെ ഏതൊരാളിന് ഈ കേൾക്കുന്ന നിമിഷം തന്നെ ഇനി മുതൽ ഞാൻ അതാണ് സ്വാമി, അതിൽ നിന്ന് ഞാൻ ഇനി വ്യതിചലിക്കില്ല, ഐ എം ദാറ്റ്. ആ നിലയിൽ ഏതൊരാളിന് തൻ്റെ ശ്രദ്ധയെ സദാ നിലനിർത്താൻ സാധിക്കുന്നുവോ ആ നില ജീവിതാന്ത്യം വരെ തുടരണം. ആ നില ജീവിതാന്ത്യം വരെ തുടരണം. ഈ ശരീരം പിരിയുന്നത് വരെ തുടരണം. എപ്പോഴും ആ ഭാവമുണ്ടായിരിക്കണം. എപ്പോഴും ആ ഭാവമുണ്ടായിരിക്കുമ്പോൾ ആ ഭാവത്തിൽ നിന്നുകൊണ്ട് തന്നെ മറ്റ് വ്യാപാരങ്ങളിലൊക്കെ നിങ്ങൾക്ക് വ്യാപരിക്കാം. അതാരാണ്? നിങ്ങളിലെ ഞാൻ. അത് വേറെ. നിങ്ങളുടെ ശ്രദ്ധയെ നിങ്ങളിലെ ഞാനിൽ നിന്ന് വിടർത്തി നിങ്ങളിലെ താനിൽ ഉറപ്പിക്കുമ്പോഴും പ്രാരബ്ധാനുസാരം നിങ്ങളിലെ ഞാൻ പ്രവർത്തനക്ഷമമായിരിക്കും. അതിന് നിങ്ങളുടെ സഹായമൊന്നും ആവശ്യമില്ല, നിങ്ങളിലെ തൻ്റെ സഹായമൊന്നും ആവശ്യമില്ല. അത് പ്രാരബ്ധാനുസാരം എന്തെല്ലാം പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ടോ അതെല്ലാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ഓട്ടോമാറ്റിക്കായിട്ട് കീ കൊടുത്തു വിട്ടിരിക്കുകയാണ്. എപ്പോൾ? ജനിച്ച നിമിഷം മുതൽ മരിക്കുന്നത് വരെ ഓട്ടോമാറ്റിക്കായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും എന്നിലെ ഞാൻ. ഇതിനിടയ്ക്ക് ഏതൊരാളിനാണോ ഈ അറിവിലേക്ക് തൻ്റെ ശ്രദ്ധയെ ഉദ്ധരിപ്പിക്കാനുള്ള അവസരം കിട്ടുന്നത്, അതാണ് ഏതിലൂടെയാണ്? ശ്രവണം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു. ഉപനിഷത്തുകൾ പറയും ശ്രവണായ ബഹുവിർ യോ ന ലഭ്യ. കേൾക്കാൻ പോലും കിട്ടുകയില്ല ഈ അറിവ്. പക്ഷേ നിങ്ങൾക്ക് ബാലകൃഷ്ണൻ നായർ സാറിൻ്റെ അനുഗ്രഹത്താൽ ഇവിടെ ഇരുന്നു കൊണ്ട് നിരന്തരമായിട്ട് കേൾക്കാൻ സാധിച്ചു. ബാലകൃഷ്ണൻ നായർ സാറിലൂടെ നിരന്തരമായിട്ട് നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നു. ഒരുപാട് പേരുണ്ട് ഇതിനകത്ത്. എന്നിട്ട് നിങ്ങൾ അതായി തീർന്നു. ആലോചിച്ച് നോക്കൂ. ഞാൻ ബാലകൃഷ്ണൻ നായർ സാറിൻ്റെ എല്ലാ പ്രഭാഷണങ്ങളും കേട്ടിട്ടുണ്ട് എന്ന് പറയുന്ന ഒരുപാട് ആളുകൾ ഇതിനകത്ത് കാണും. ബാലകൃഷ്ണൻ നായർ സാർ ഇതിനെക്കുറിച്ച് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. എത്ര പേർ തന്നിലെ ആ ആത്മചൈതന്യത്തിലേക്ക് തന്നെ ഉയർത്തിയിട്ടുണ്ട്. അദ്ദേഹം ഇതുമാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ എല്ലാ പുസ്തകങ്ങളിൽ കൂടെയും എല്ലാ പ്രഭാഷണങ്ങളിൽ കൂടെയും ഇത് തന്നെയാണ് അദ്ദേഹം തറപ്പിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ശങ്കരാചാര്യ സ്വാമികളുടെ ഭാഷ്യങ്ങൾ മുഴുവനും വായിച്ചു നോക്കിയാലും അദ്ദേഹത്തിന് സന്ദർഭം കിട്ടുന്ന അവസരങ്ങളിലെല്ലാം ഇതുതന്നെയാണ് അടിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ ഭാഷ്യങ്ങളിലൂടെയെല്ലാം അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളിൽ ആമൂലാഗ്രം ഇത് മാത്രമാണ്. എന്നിട്ടും എത്ര പേർക്ക്
അത് പ്രയോജനപ്പെട്ടിട്ടുണ്ട്. എന്തുകൊണ്ട് പ്രയോജനപ്പെട്ടില്ല? വിചാരം ചെയ്യണം. ഒരുപാട് ബാലകൃഷ്ണൻ നായർ സാറിൻ്റെ പ്രഭാഷണങ്ങൾ കേട്ടിട്ടുണ്ട്. എന്നിട്ടും ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. വെടി തീർന്നിട്ടില്ല. അപ്പോൾ ഇനി എത്ര കാലം ജീവിക്കാനുണ്ടാവും? ഏതു നിമിഷവും ജീവൻ പിരിയാം. പ്രിയമുള്ളവരെ, അതിനവസരമുണ്ടാക്കരുത്. ദാ ഈ നിമിഷമെങ്കിലും നിങ്ങളിലെ ആ ആത്മചൈതന്യത്തെക്കുറിച്ച് ബോധവാനായി ഞാൻ ഇതല്ല അതാണ് എന്ന ഒരു ഭാവമാറ്റം നടത്തുക മാത്രമേ വേണ്ടൂ. എന്താ പാട്? ആർക്കും ഒരു കാശും കൊടുക്കണ്ടല്ലോ, ആരുടെയും അനുവാദത്തിന് വേണ്ടി കാത്തു നിൽക്കണ്ടല്ലോ. ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ അനുവാദം വേണ്ട, ഭർത്താവിന് ഭാര്യയുടെ അനുവാദം വേണ്ട, രാഷ്ട്രീയ നേതാക്കന്മാരുടെ അനുവാദം വേണ്ട, ഒരുത്തരുടെയും അനുവാദം വേണ്ടല്ലോ. അവരവർക്ക് സ്വയം തീരുമാനിക്കാവുന്നതാണ്. ഇത് മനസ്സിലായിട്ടുണ്ട് എങ്കിൽ ഞാൻ ഇതല്ല, ഇതിനകത്തിരിക്കുന്ന അതാണ് തത്വമസി. അതങ്ങോട്ട് ശരിക്കും ഗ്രഹിക്കണം. അതാണ് ഇന്നലെ മുഴുവനും നമ്മളതാണ് പറഞ്ഞത്. മറ്റുള്ള 3 വാക്യങ്ങളും അതിനെ അനുബന്ധപ്പെട്ടുള്ളതാണ്. പ്രധാനപ്പെട്ടത് അതാണ്. ആ വാക്യം തത്വമസി. അതങ്ങോട്ട് ശരിക്കും ഉൾക്കൊണ്ട് ഞാൻ അതാണ് എന്ന് ബോധിച്ചു കഴിഞ്ഞാൽ സ്വയം പ്രഖ്യാപിക്കണം, ഐ എം ദാറ്റ്, അഹം ബ്രഹ്മ അസ്മി. ഈ ആത്മചൈതന്യം ഇതുതന്നെയാണ് ബ്രഹ്മം. എന്നിലെ ആ സാക്ഷി ചൈതന്യം. ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോൾ ആ ഉറക്കത്തിനും സാക്ഷിയായിട്ട് ഇരിക്കുന്ന, ആ ഉറങ്ങാതെ ആ ഉണർവോടുകൂടിയിരിക്കുന്ന ആ സാക്ഷി ചൈതന്യം എന്നിലും അതാണ് ഞാനെന്ന് ബോധിച്ച് നിങ്ങളുടെ ശ്രദ്ധ അതിൽ ഉറച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവരിൽ കൂടിയും വ്യാപിക്കാൻ സാധിക്കും. പിന്നെ നിങ്ങൾ ഈ ശരീരത്തിൽ മാത്രമല്ല, അതാണ് അൺലിമിറ്റഡായി ഞാനായിട്ടിരിക്കുമ്പോൾ നിങ്ങൾ കുടുസായിട്ടിരിക്കുകയാണ് ഈ ശരീരത്തിൽ മാത്രം. പക്ഷേ താനായിട്ട് നിങ്ങളെ ഉദ്ധരിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ശരീരത്തിൽ മാത്രമല്ല, സർവ ശരീരങ്ങളിൽ കൂടിയും വ്യാപിച്ചു നിൽക്കുന്ന സർവാന്തര്യാമി. അപ്പോൾ നിങ്ങൾക്ക് ആരും ശത്രുവായിട്ടില്ല, എല്ലാവരിലും താൻ തന്നെയാണ്. അതാണ് ശ്രീകൃഷ്ണൻ പറഞ്ഞത്, യോ മാം പശ്യതി സർവത്ര സർവം ച മയീ പശ്യതി തസ്യാഹം ന പ്രണശ്യാമി സചമേ ന പ്രണശ്യതി. ഞാൻ അവനും ഇല്ലാതാകുന്നില്ല, എനിക്ക് അവനും ഇല്ലാതാകുന്നില്ല. കാരണം എന്താ? എന്നിലെ ആത്മചൈതന്യം തന്നെയാണ് അവനിലെയും ആത്മചൈതന്യം. ഞാനും അവനും ഒന്നാകുന്നു. എന്താ പാട്? നിങ്ങൾ ആ ലിമിറ്റഡായി ആയിരിക്കുന്ന ആ ഐ ഭാവത്തിൽ നിന്ന് നിങ്ങൾ സർവാന്തര്യാമിയായിരിക്കുന്ന ആ അൺലിമിറ്റഡ് ഐയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഉയർത്തിയാൽ ഒരു പാടുമില്ല. പ്രിയമുള്ളവരെ, ഈ നിമിഷം തന്നെ നിങ്ങളത് ചെയ്തുകൊള്ളൂ. എന്നിട്ട് നിങ്ങൾക്ക് ആ ഭാവം നിലനിർത്താൻ വേണ്ടി എന്താ ചെയ്യേണ്ടത്? ആ മന്ത്രം ചൊല്ലിക്കോളൂ. എന്താ ഒരു മന്ത്രം? ശിവോഹം ശിവോഹം ശിവോഹം. അത് മറ്റേ പാമ്പൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്ന ശിവനെ സൂചിപ്പിക്കുന്ന മന്ത്രമല്ല. ശിവം മംഗളസ്വരൂപം, എൻ്റെ ഉള്ളിലിരിക്കുന്ന ആത്മചൈതന്യം. ശിവം മംഗളസ്വരൂപം. ആരുടെ ഉള്ളിൽ നിന്നാണോ ആ ശിവം പിരിഞ്ഞു പോകുന്നത്, പിന്നെ അവശേഷിക്കുന്നത് എന്താ? ശവം. അതിരിക്കുമ്പോൾ ശിവം. അപ്പോൾ നിങ്ങൾക്ക് ആ മന്ത്രം യാതൊരു ലജ്ജയും കൂടാതെ മനസ്സുകൊണ്ട് ചൊല്ലാം. ശിവം ശിവോഹം 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 ശിവ അഹം. ആ ശിവം എന്ന് പറഞ്ഞാൽ അത് ഞാനാകുന്നു എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അല്ലെങ്കിൽ സോഹം സഹ അഹം, അത് ഞാനാകുന്നു, അവൻ ഞാനാകുന്നു. സോഹം. ഈ രണ്ടിലും ഏതെങ്കിലും ഒരു മന്ത്രം, സോഹം സോഹം ആർ ശിവോഹം ശിവോഹം, ഏതാണോ നിങ്ങൾക്ക് ലളിതമായിട്ടിരിക്കുന്നത് അത് ചൊല്ലാം. എന്തിനാ ചൊല്ലുന്നത്? ആ ധാരണ നിങ്ങളുടെ ഉള്ളിൽ സ്ഥിരപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട്. ഇത് കേട്ട് ഈ ഭാവം നിങ്ങളിൽ സദാ നിലനിർത്താൻ പറഞ്ഞാൽ ഇവിടുന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ തന്നെ തീർന്നു. പിന്നെ ഇല്ലല്ലോ. പിന്നെ ഉണ്ടോ? ഇല്ല. കേൾക്കുന്ന സമയത്ത് മാത്രമുണ്ട്, കേട്ട് കഴിഞ്ഞ് പുറത്തോട്ടിറങ്ങിയാൽ പിന്നെ ഇല്ല. അതല്ല വേണ്ടത്. എപ്പോഴും എപ്പോഴും ആ ഭാവം നിങ്ങളിൽ
സ്ഫുരിച്ചു കൊണ്ടിരിക്കണം. അതിനാണ് ആ മന്ത്രം ചൊല്ലാൻ പറയുന്നത്, ശിവോഹം ശിവോഹം. ശിവോഹം എന്ന് പറയുമ്പോൾ വെറുതെ മന്ത്രം ചൊല്ലിയാൽ മാത്രം പോരാ, ആ ശിവത്തെ നിങ്ങൾ മനസ്സിൽ ഭാവന ചെയ്യണം. ഏതെങ്കിലും മന്ത്രം നിങ്ങൾ ജപിക്കുന്ന അവസരത്തിൽ ആ മന്ത്രദേവതയെ നിങ്ങൾ ഭാവന ചെയ്യാതെ വെറും നാമം മാത്രം ചൊല്ലിക്കൊണ്ടിരുന്നാൽ ആ ദേവൻ്റെ കാതുകളിൽ ആ മന്ത്രം എത്തുകയില്ല. നിങ്ങൾ നാരായണ മന്ത്രം ചൊല്ലുന്നു അല്ലെങ്കിൽ ശിവമന്ത്രം ചൊല്ലുന്നുവെങ്കിൽ ആ ശിവൻ്റെ ഭാവത്തെ നിങ്ങൾ മനസ്സിൽ, രൂപത്തെ നിങ്ങൾ മനസ്സിൽ ധരിക്കാതെയാണ് ആ മന്ത്രം ചൊല്ലുന്നത് എങ്കിൽ അതിന് പ്രയോജനമുണ്ടാവുന്നില്ല. ഏത് ദേവൻ്റെ മന്ത്രമായാലും ശരി. അതുപോലെ ആ ആത്മചൈതന്യത്തെ ബോധിപ്പിക്കുന്ന ആ മന്ത്രം ശിവോഹം ശിവോഹം എന്ന് ചൊല്ലുന്ന അവസരത്തിൽ നിങ്ങളിലെ താൻ, നിങ്ങളുടെ യഥാർത്ഥ സ്വരൂപം, നിങ്ങളിലെ യഥാർത്ഥ ഞാൻ, അതാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന ബോധം നിങ്ങളുടെ ഉള്ളിൽ സദാ സ്ഫുരിച്ചു കൊണ്ടിരിക്കണം. ശിവോഹം ചൊല്ലുന്ന അവസരത്തിൽ, ശിവോഹം എന്ന് മന്ത്രം ചൊല്ലുമ്പോൾ ആ ഭാവം നിങ്ങളിൽ പ്രകടമായിരിക്കണം. ഇല്ലാതെ പറ്റില്ല. ആ ഭാവം മന്ത്രമില്ലാതെ നിങ്ങളുടെ ഉള്ളിൽ ആർക്കാണോ സ്ഥിരമായിട്ട് നിലനിർത്താൻ സാധിക്കുമെങ്കിൽ മന്ത്രത്തിൻ്റെ ആവശ്യമില്ല. ഈ അറിവ് മനുഷ്യ ശരീരത്തിൽ ജീവിക്കുമ്പോൾ മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ. മനുഷ്യ ശരീരത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. എത്ര വർഷമായി ഓരോരുത്തരും ആലോചിച്ച് നോക്കി. ഓരോരുത്തരും അവരവരുടെ കണക്ക് അടിയിൽ കുറിച്ചിട്ടോ 80 വയസ്സ്, എനിക്ക് പറയാം 80, 81 വർഷമായി. അതാണ് ബാലകൃഷ്ണൻ നായർ സാറിനോട് അദ്ദേഹത്തിൻ്റെ മടിയിൽ കിടന്ന കുഞ്ഞ് ജീവൻ വെടിഞ്ഞ അവസരത്തിൽ ശിവ 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 എന്ന് ഇങ്ങനെ മന്ത്രം ചൊല്ലിക്കൊണ്ടിരുന്ന അവസരത്തിൽ ബാലകൃഷ്ണൻ നായർ സാറിന് തോന്നി, യവൻ എൻ്റെ മുഖത്ത് നോക്കി അച്ഛൻ ഇങ്ങനെ ഭാഷയും ഭഗവത്ഗീതയും വായിച്ച് രാമായണവും വായിച്ചുകൊണ്ട് നടന്നാൽ പോരാ, ആ വസ്തുവിനെ കുറിച്ച് വിചാരം ചെയ്ത് അത് എന്താണെന്ന് ബോധ്യപ്പെടണം, തിരിച്ചറിയണം, ആ തത്വത്തിലേക്ക് ഉണരണം എന്ന് ആ മകൻ പറയുന്നത് പോലെ ബാലകൃഷ്ണൻ നായർ സാറിന് തോന്നി. ആ തോന്നലാണ് ആ അരവിന്ദനെ, 7.5 വയസ്സുകാരനായ അരവിന്ദനെ ഗുരുവാക്കി മാറ്റിയത്. ചിലർക്ക് ദർശനത്തിലൂടെയാകാം. പട്ടണത്തെ പിള്ളയാരുടെ മകൻ 16-ാമത്തെ വയസ്സിലെത്തി അച്ഛന് ഈ സഞ്ചിയിൽ ചാണകവരളിക്കകത്ത് സ്വർണവും നവരത്നങ്ങളുമൊക്കെ വെച്ച് കൊടുത്തിട്ട് പോയി. അപ്പോൾ തൻ്റെ മകൻ ഇങ്ങനെ കാണിച്ചല്ലോ എന്ന് പറഞ്ഞ ആ ദേഷ്യത്തിൽ എടുത്തടിച്ചു, നിലത്തടിച്ചു. അടിച്ചപ്പോൾ അതിൽ നിന്ന് സ്വർണവും നവരത്നങ്ങളുമാണ് വന്നത്. അപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത് അപ്പോൾ അതിന് മുമ്പ് തന്നെ അന്തർധാനം ചെയ്തു, കൊടുത്തിട്ട് അന്തർധാനം ചെയ്യുകയുണ്ടായി. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി അത് ശിവൻ തന്നെയാണ്. കാരണം ശിവനിൽ നിന്ന് കിട്ടിയ കുട്ടിയാണ്, ശിവൻ കൊടുത്ത കുട്ടിയാണ്, ശിവദത്തമായ കുട്ടിയാണ് ആ മരുതവാണൻ. അവർക്ക് 2 പേർക്കും, ബാലകൃഷ്ണൻ നായർ സാറിനും തിരുവൻകാടനും തൻ്റെ മക്കൾ തന്നെ ഗുരുവായിട്ട് തീർന്നു. അതുപോലെ ആർക്കും ആ ഗുരുഭാവം ഏത് നിലയിലും വന്നു ഭവിക്കാം, ദർശനത്തിലൂടെ വന്നു ഭവിക്കാം. എങ്ങനെയാ വന്നു ഭവിക്കുന്നത്? നിരന്തരമായ വിചാരമുണ്ടായിരിക്കണം, മുമുക്ഷുത്വം. എനിക്കതിനെ അറിയണം, എനിക്കതിനെ പ്രാപിക്കണം എന്ന് പറഞ്ഞാൽ എല്ലാം നിങ്ങളുടെ മുമ്പിൽ വന്നു ചേരും. ബാലകൃഷ്ണൻ നായർ സാറ് ഒരു ഗുരുവിനെ തേടിപ്പോയില്ല, എല്ലാം തൻ്റെ മുമ്പിലെത്തി. എങ്ങനെ? സ്വാധ്യായം. ഉപനിഷത്തുകളുടെ കലവറകൾ മുഴുവനും അദ്ദേഹം തുറന്നിട്ടു, അതിൻ്റെ മുമ്പിൽ കുത്തിയിരുന്നു. അതിലൂടെ അദ്ദേഹം ദീർഘപ്രയാണം ചെയ്തു. അതിലൂടെ അദ്ദേഹത്തിന് കിട്ടാനുള്ളത് മുഴുവനും കിട്ടി. ആരിൽ നിന്നും ആരുടെയും സഹായം ആവശ്യമില്ല. അതിനുള്ള സന്മനസ് നിങ്ങൾക്കുണ്ടെങ്കിൽ സ്വാധ്യായത്തിലൂടെയും ആത്മസാക്ഷാത്കാരത്തിലേക്ക് എത്തിച്ചേരാം. പക്ഷേ കാലം ഏറെയാകും. അതേസമയത്ത് സത്സംഗത്തിലൂടെ 1 സെക്കൻഡ് മതി. ഒരു ബാലകൃഷ്ണൻ സാറിൻ്റെ പ്രഭാഷണം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാളിന് ഈ തരത്തിലുള്ള പ്രഭാഷണമാണ് ബാലകൃഷ്ണൻ നായർ സാറിലൂടെ നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത്.
ഒറ്റ സെക്കൻഡ് മതി. നീ അതാണ് എന്ന് കേൾക്കുന്ന നിമിഷം തന്നെ സ്വാമി അത് തന്നെ ഞാൻ, ഇനി ആ ഭാവത്തിൽ നിന്ന് വ്യതിചലിക്കുന്നില്ല എന്ന് ആർക്ക് തീരുമാനിക്കാൻ സാധിക്കുന്നുവോ ആ നിമിഷം നിങ്ങൾക്ക് അതായി മാറാൻ സാധിക്കും. അതിന് തക്കവണ്ണം ജ്വലിക്കുന്ന മനസ്സ്, ജ്വലിക്കുന്ന പ്രജ്ഞ ഒരാളിനുണ്ടായിരിക്കണം. അതില്ലെങ്കിൽ അവർക്ക് വളരെയധികം സാധനകൾ ആവശ്യമാണ്, അമ്പലങ്ങൾ ആവശ്യമാണ്, പൂജാതി കർമ്മങ്ങൾ ആവശ്യമാണ്, പ്രാർത്ഥനകൾ ആവശ്യമാണ്, ഭജന ആവശ്യമാണ്. എന്തെല്ലാം സാധനകൾ നിലനിൽക്കുന്നുണ്ടോ അതൊക്കെ ആ നിലയിലേക്ക് ഉയർത്താൻ വേണ്ടിയാണ്. ചിത്തശുദ്ധിയില്ലാത്തവരെ ആ ചിത്തശുദ്ധിയിലേക്ക് ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സ്ഥാപനങ്ങളാണ് ഓരോ അമ്പലവും. അമ്പലമൊന്നും അന്ധവിശ്വാസ കേന്ദ്രമല്ല. അമ്പലത്തെയും ദൈവങ്ങളെയും ഒന്നും തള്ളിപ്പറയരുത്. എല്ലാം ഈ മാർഗത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളാണ് അവിടെ നടക്കുന്നത്. സാധനാക്രമങ്ങളാണ് അവയിലൂടെ നമുക്കെല്ലാവർക്കും കിട്ടുന്നത്. എന്നാൽ വേദാന്ത ശ്രവണത്തിലൂടെ ഏതൊരാളിനാണോ ആ അറിവ് നേരിട്ട് സ്വായത്തമാക്കാൻ സാധിക്കുന്നത് അവർക്ക് യാതൊന്നിൻ്റെയും ആവശ്യമില്ല. ഈ ജ്ഞാനമുണ്ടായിക്കഴിഞ്ഞാൽ ജ്ഞാനസ്യാനന്തരം സർവം ദൃശ്യതേ ജ്ഞാനരൂപതഃ. ഈ ജ്ഞാനമുണ്ടായിക്കഴിഞ്ഞാൽ, ഏത് ജ്ഞാനം? അഹം ബ്രഹ്മാസ്മി എന്നുള്ള ജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാം ജ്ഞാനസ്വരൂപമായിട്ട് മാറുന്നു. എല്ലാം ബ്രഹ്മം. ഞാൻ ബ്രഹ്മമാണെങ്കിൽ അവനും ബ്രഹ്മം. എന്തുകൊണ്ട്? എൻ്റെ ഉള്ളിലിരിക്കുന്ന എന്നിലെ സാക്ഷി ചൈതന്യം തന്നെയാണ് അവൻ്റെയും ഉള്ളിൽ കൂടി പോകുന്നത്, മുസ്ലിമിൻ്റെയും ഉള്ളിൽ കൂടി പോകുന്നത്, ക്രിസ്ത്യാനിയുടെയും ഉള്ളിൽ കൂടി പോകുന്നത്. ഒരു വ്യത്യാസവും അവനില്ല. ഒരു സാക്ഷാത്കാരം നേടിയ ഒരു ജീവൻ മുക്തന് ഹിന്ദുവെന്നോ ക്രിസ്ത്യാനിയെന്നോ മുസൽമാനെന്നോ ഉള്ള വ്യത്യാസം ഉണ്ടായിരിക്കുകയില്ല. കാരണം എന്താ? തൻ്റെ ഉള്ളിലിരിക്കുന്ന ചൈതന്യം തന്നെയാണ് സർവചരാചരങ്ങളുടെയും ഉള്ളിൽ കൂടി കടന്നു പോകുന്നത് എന്നുള്ള ജ്ഞാനമാണ് അവനിലുള്ളത്. അവനോ ആരും ശത്രുക്കളായിട്ടില്ല, ആരും അന്യരായിട്ടില്ല. ജാതി മതഭേദമൊന്നും അവരെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അതാണ് ഭാരതീയ സനാതന തത്വസംഹിതയുടെ പൊരുൾ. അതിനെ അറിയാതെയാണ് ഓരോരുത്തർ അതിനെയൊക്കെ കളിയാക്കി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ജ്ഞാനസ്യ ബ്രഹ്മണശാപി മമൈവഹി പൃഥങ്നഹി. അത് ഉണ്ട്. ആ അറിവിലേക്ക് ഉണർന്നു കഴിഞ്ഞാൽ ജ്ഞാനത്തിനും എനിക്കും ബ്രഹ്മത്തിനും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. എല്ലാം ഏകം, ഏകമയം പരബ്രഹ്മം. അതിന് വേണ്ടതെന്താ? ആദ്യം താൻ ആ അറിവിലേക്ക് ഉണരണം. തന്നിലിരുന്നു കൊണ്ട് തന്നെ അതിലേക്ക് ഉദ്ധരിപ്പിക്കണം, ഉയർത്തണം. ആ തായിട്ട് മാറണം. ആ തായിട്ട് മാറിക്കഴിഞ്ഞാൽ നിങ്ങളെല്ലാമായിട്ടും മാറിക്കഴിഞ്ഞു. ആദ്യം നടക്കേണ്ടത് എവിടെയാണ്? തന്നിൽ. ചുമ്മാതെ ഒന്നും പറ്റില്ല. ഇതങ്ങോട്ട് ശ്രദ്ധാപൂർവം ശ്രവിച്ച് ആ ശ്രവിക്കുന്ന കാര്യത്തിലേക്ക് നിങ്ങൾക്ക് ഉണരാൻ സാധിക്കുമെങ്കിൽ ആ നിമിഷം തന്നെ അത് സംഭവിക്കും. പെട്രോൾ ഒഴിച്ച് നനച്ച തുണിയാണെങ്കിൽ അഗ്നി അങ്ങോട്ട് കാണിച്ചാൽ പോരെ, കത്തിപ്പിടിക്കും. നിങ്ങളുടെ മനസ്സ് ആ തരത്തിലുള്ളതാണെങ്കിൽ മറ്റ് യാതൊരു സംശയത്തിൻ്റെയും ആവശ്യമില്ല. ഇത് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ എങ്കിൽ. ഇത് അനവധി ജന്മങ്ങളിലൂടെ ആർജിക്കുന്ന സംസ്കാരത്തിൻ്റെ ഫലമായിട്ടാണ് ഓരോരുത്തർക്കും ആ നില കൈവരുന്നത്. കേൾക്കുമ്പോൾ തന്നെ ആ അറിവിലേക്ക് ഉണരാൻ സാധിക്കുന്നത്. ബാലകൃഷ്ണൻ നായർ സാറിൻ്റെ ഇത്രയും കാലത്തെ പ്രഭാഷണം കേട്ടിട്ടും ആ തീ നിങ്ങളുടെ ഉള്ളിൽ കത്തി പടർന്നിട്ടില്ല എങ്കിൽ നമ്മുടെ ഉള്ളം പെട്രോൾ ഒഴിച്ച തുണി പോലെ അല്ല ഇരിക്കുന്നത് എന്ന് കരുതിക്കൊള്ളണം. അപ്പോൾ നിങ്ങൾക്ക് സാധന ആവശ്യമുണ്ട്. ചിത്തശുദ്ധി പോരാ. ചിത്തശുദ്ധി ഇല്ലെങ്കിൽ ഉണ്ടാക്കണം. അതിനാവശ്യമുള്ള സാധന ഓരോരുത്തരുടെയും ടേസ്റ്റ് അനുസരിച്ച്
ഏതെങ്കിലും ഗുരുക്കന്മാരെ കണ്ട് അവരുടെ സഹായത്തോടു കൂടി ആ സാധനകളിൽ നിങ്ങൾ വ്യാപരിച്ച് ചിത്തശുദ്ധി നേടണം. ഈ ജന്മത്തിൽ തന്നെ നിങ്ങൾക്ക് അത് നേടാനുള്ള അവസരമുണ്ടായാൽ, പ്രിയമുള്ളവരെ, വിട്ടുപോയാൽ, ശരീരം വിട്ടുപോയാൽ പിന്നെ ഇനി എപ്പോഴാണ് ഒരു മനുഷ്യ ശരീരത്തിലേക്ക് ജീവിക്കാൻ അവസരം കിട്ടുന്നത്? എത്ര കാലം ഏതെല്ലാം ശരീരങ്ങളിൽ കൂടി കടക്കണം? ഈ പട്ടണത്താരിൽ അതിനകത്ത് രവികുമാർ എഴുതിയിട്ടുണ്ട്. ഓരോ അധ്യായവും നിങ്ങൾ ശരിക്കും വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഏതെല്ലാം ശരീരങ്ങളിൽ കൂടി കടന്നു പോകേണ്ടി വരുന്നു എന്ന്. അതുകൊണ്ട് ഈ ശരീരം വിട്ടുപിരിയുന്നതിന് മുൻപ് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് പഴയ സംസ്കാരത്തെക്കുറിച്ചൊന്നും നിങ്ങൾ വിചാരം ചെയ്യേണ്ട. കേൾക്കുന്ന കാര്യം നിങ്ങൾക്ക് തിരിച്ചറിവുണ്ടല്ലോ, തിരിച്ചറിവുണ്ട്. ആർക്കാ ഇല്ലാത്തത്? എല്ലാവർക്കും തിരിച്ചറിവുണ്ട്. വലിയ കാണാപ്പാടം ഒന്നും പഠിക്കണ്ട. സ്വാമി, ഞങ്ങൾ ഭഗവത്ഗീത ഉപനിഷത്തുകളൊന്നും പഠിച്ചിട്ടില്ല, അതൊന്നും പഠിക്കണ്ട. ഒരു ശ്ലോകം പോലും നിങ്ങൾ കാണാതെ പഠിക്കേണ്ട കാര്യമില്ല. എന്നിലെ ഞാനിനെയും എന്നിലെ താനിനെയും നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ടോ? ഇത്രയും കേട്ടതിലൂടെ, ഇത്രയും കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ആ രണ്ട് ഭാവങ്ങൾ, എന്നിലെ ഞാനും എന്നിലെ താനും വേർതിരിച്ചറിയാൻ കഴിയുന്നുണ്ടോ? ഞാനിനെ ഉപേക്ഷിക്കുക, താനായിട്ട് ഈ ശരീരത്തിൽ നിങ്ങൾ നിൽക്കുക. ഈ നാമരൂപധാരിയായ ഞാനല്ല എന്നിലെ യഥാർത്ഥ ഞാൻ. ഈ ഞാനിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ ശരീരത്തിൽ സ്വയം പ്രകാശിച്ചു നിൽക്കുന്ന ആ സാക്ഷി ചൈതന്യം, എന്നിലെ ജാഗ്രത അവസ്ഥയ്ക്കും സ്വപ്നാവസ്ഥയ്ക്കും സുഷുപ്തി അവസ്ഥയ്ക്കും സാക്ഷിയായിരിക്കുന്ന ഞാൻ ഉറങ്ങുമ്പോഴും ഇതേ സെൻറ്റൻസ് എത്ര പ്രാവശ്യം ഞാൻ ആവർത്തിച്ച് പറഞ്ഞു? എന്തുകൊണ്ടാണ്? അതാണ് ഉറയ്ക്കേണ്ടത്. എന്നിലെ ജാഗ്രത അവസ്ഥയ്ക്കും സ്വപ്നാവസ്ഥയ്ക്കും സുഷുപ്തി അവസ്ഥയ്ക്കും സാക്ഷിയായിരിക്കുന്ന ആ ചൈതന്യം ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോൾ പോലും ആ ഉറക്കത്തിനും സാക്ഷിയായിട്ട് ഈ ശരീരത്തിൽ ഉണർവോടുകൂടിയിരിക്കുന്നു ആ സാക്ഷി ചൈതന്യം. അവനെയാണ് നിങ്ങൾ തിരിച്ചറിയേണ്ടത്, അവനെയാണ് നിങ്ങൾ കാണേണ്ടത്. സ അഹം, സഹ അഹം, അതാണ് സോഹം, അവനാണ് ഞാൻ. അത് ശരീരത്തിലിരിക്കുന്നത് കൊണ്ടാണ് ഈ ശരീരം മംഗളസ്വരൂപമായിരിക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ ശിവം എന്ന് പറയുന്നത്. ശിവോഹം, സോഹം അല്ലെങ്കിൽ ശിവോഹം. ആ മന്ത്രം നിങ്ങൾ സദാ ജപിച്ച് ഏത് കർമ്മം ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ആ ഭാവം നിലനിർത്താൻ വേണ്ടിയിട്ട് ഈ മന്ത്രം നിങ്ങൾക്ക്, മറ്റെല്ലാ മന്ത്രങ്ങളും നിങ്ങൾക്ക് ഉപേക്ഷിക്കാം. ആ മന്ത്രത്തിലൂടെ ഒന്നും മോക്ഷം കിട്ടുകയില്ല. ഇത് മോക്ഷത്തിന് വേണ്ടിയുള്ള കാര്യമാണ്. സ്വാമി, ഞാൻ നാരായണ മന്ത്രം ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. ചൊല്ലിക്കോളൂ. നാരായണ മന്ത്രത്തിലൂടെ മോക്ഷം കിട്ടുകയില്ല. നമഃശിവായ മന്ത്രത്തിലൂടെ മോക്ഷം കിട്ടുകയില്ല. ഒരു മന്ത്രത്തിലൂടെയും മോക്ഷം കിട്ടുകയില്ല. അതൊക്കെ ദേവതകളിലൂടെ അവരെ പ്രസാദിപ്പിച്ചാൽ ആ ദേവതകളിലൂടെ നിങ്ങൾക്ക് ഐശ്വര്യങ്ങൾ നേടാൻ സാധിക്കും, അവരെ പ്രസാദിപ്പിക്കാൻ സാധിക്കും, പ്രത്യക്ഷപ്പെടുത്താൻ സാധിക്കും, അവരിൽ നിന്ന് ഐശ്വര്യം വാങ്ങിക്കാൻ സാധിക്കും. ഇതൊക്കെ ഉള്ളതുപോലെ കാണപ്പെടുന്നതാണ്. ഇതൊന്നും ഉള്ളതേ അല്ല. ഈ കാണപ്പെടുന്ന അതാണ് ബ്രഹ്മസത്യം, ജഗത് മിഥ്യ. ഈ ജഗത്ത് മിഥ്യ, ഉള്ളതേ അല്ല, ഉള്ളതുപോലെ കാണപ്പെടുന്നതാണ്. നിങ്ങളുടെ ഉള്ളിലെ ഞാനും ഉള്ളതുപോലെ കാണപ്പെടുന്നതാണ്, ഉള്ളതേ അല്ല. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ഞാനിനെയാണ് കെട്ടിപ്പിടിച്ചുകൊണ്ട് ജീവിക്കുന്നത്. ചത്തുപോകുമ്പോഴും വിടുകില്ല, ചത്തുപോകുമ്പോഴും ഞാനായിട്ട് തന്നെയാണ് ഈ ശരീരം വിട്ടു പോകുന്നത്. തിരിച്ചറിവിലൂടെ ആ ഞാനിനെ നിങ്ങൾ വിടണം. പട്ടണത്ത് പിള്ളയാർ അവസാനം ആ ഞാനിനെയും വിട്ടിരിക്കുന്നു. അപ്പോഴാണ് അദ്ദേഹം ജീവൻ മുക്തനായിട്ട് ഇങ്ങനെ ആടിപ്പാടി നടക്കുന്നത്. അതാണ് അഖണ്ഡാകാര വൃത്തി. ഋഭുമുനി പറയുന്നത് അഖണ്ഡൈക രസം, ഏകരസത്തിൽ നിൽക്കുന്ന അവസ്ഥയാണ് വിദേഹമുക്തിക്ക് അർത്ഥമാകുന്നത്, അടിസ്ഥാനമാകുന്നത്. പട്ടണത്ത് പിള്ളയാർ ആ നിലയിലേക്കും അവസാനം ഉയർന്നിരിക്കുന്നു, അല്ലെങ്കിൽ രവികുമാർ ഉയർത്തിയിരിക്കുന്നു. ആ നില നമുക്ക് ഓരോരുത്തർക്കും നേടാവുന്നതാണ്. നമ്മുടെ സാഹചര്യങ്ങളൊന്നും അതിന് തടസ്സമല്ല.
സ്വാമി നമ്മുടെ വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് സ്വാമി, അതൊക്കെ പ്രാരബ്ധം അവിടെ ഇരുന്നോട്ടെ, ആ പ്രാരബ്ധം ഒക്കെ നിങ്ങൾ അനുഭവിച്ചു തന്നെ തീർക്കണം, ഒരു രക്ഷയുമില്ല. സർവ്വ പ്രാരബ്ധങ്ങളും അനുഭവിച്ച് തന്നെ തീർക്കണം. സ്വാമിയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന എനിക്ക് പ്രാരബ്ധാനുസാരം റോഡിൽ കിടന്ന് ഇനിയും അടി കൊള്ളേണ്ട വിധിയുണ്ടെങ്കിൽ അടി കൊണ്ടിരിക്കും. പ്രാരബ്ധം ആ അടി കൊള്ളുന്നത് കൊണ്ട് എനിക്ക് ജ്ഞാനമുണ്ടായിട്ടുണ്ടെങ്കിൽ ആ ജ്ഞാനത്തിന് യാതൊരു തടസ്സവുമില്ല. അടി കൊണ്ടത് ആർക്കാണ്? എന്നിലെ ജ്ഞാനിന്. ജീവൻ മുക്താവസ്ഥയിൽ കഴിയുന്ന സ്വാമിയാണെങ്കിൽ അടി കൊള്ളുന്ന അവസരത്തിലും അയാൾ ചിരിച്ചു കൊണ്ടിരിക്കും. കാരണം എന്നിലെ ഞാനിനാണ് അടി കൊള്ളുന്നത്. ഞാൻ എന്നിലെ ഞാനല്ല, ഞാൻ എന്നിലെ താൻ. ആ നിലയിലേക്ക് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളെ ശ്രദ്ധാപൂർവം ഉയർത്താനുള്ള ഒരവസരമാണിത്. അത് കേൾക്കാനുള്ള അവസരമെങ്കിലും നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. അതുകൊണ്ട് ആ 4 മന്ത്രങ്ങളെക്കുറിച്ച് പറഞ്ഞു. എന്താ? ഉപദേശമഹാവാക്യം തത്വമസി, അസ്തിത്വം ഇതി നിർണയക. തത്വമസി എന്ന് പറയുന്നതിന് പകരം നീ അതാകുന്നു എന്ന് പറയുന്നത്. തഥൈവ അനുഭവം വാക്യം അഹം ബ്രഹ്മാസ്മി നിർണയക. ഞാൻ ബ്രഹ്മമാകുന്നു എന്ന് നിർണയിക്കുന്നത് അനുഭവവാക്യം. പ്രജ്ഞാനം ബ്രഹ്മ വാക്യോർത്ഥം അഭ്യാസം ഇതീരിതം. പ്രജ്ഞാനം ബ്രഹ്മ, ആ ജ്ഞാനം, ആ വിശേഷജ്ഞാനം, ആ ബോധം, അതുതന്നെയാണ് എൻ്റെ യഥാർത്ഥ സ്വരൂപം എന്നുള്ള ജ്ഞാനം ഏതൊരാളാണോ നിരന്തരമായിട്ട് നിലനിർത്തുന്നത് അതാണ് അഭ്യാസം. അതുകൊണ്ട് പ്രജ്ഞാനം ബ്രഹ്മ എന്നുള്ളതിനെ അഭ്യാസവാക്യമായിട്ടാണ് ഋഭുമുനി നിദാകനെ ഉപദേശിക്കുന്നത്. അയമാത്മേതി വാക്യോദ്ധം ദർശനം വാക്യം ഇതീരിതം. അയമാത്മേതി വാക്യോദ്ധം. അയമാത്മ എന്നുള്ള വാക്യത്തിൽ നിന്നും ഉക്തമാകുന്ന അർത്ഥം എന്താണ്? ദർശനം വാക്യം ഇതീരിതം. അയമാത്മാ ബ്രഹ്മ എന്നുള്ളത് ദർശനം വാക്യം. ഈ ആത്മചൈതന്യം, എന്നിലെ ആത്മചൈതന്യം ഞാൻ കാണുന്നില്ലേ? സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരാത് വ്യതിരിക്ത പഞ്ചകോശാതീത സൻ അവസ്ഥാത്രയ സാക്ഷി. ഈ ശരീരത്തിൽ യഹ് തിഷ്ഠതി സ ആത്മാ. ആ ആത്മചൈതന്യം അതാണ് തന്നിലെ താൻ. അതിനെ ആർക്കാണോ ഈ ശരീരത്തിൽ കാണാൻ സാധിക്കുന്നത്, ദാറ്റ് ഈസ് ദർശനം. അതുകൊണ്ടാണ് ഋഭു നിധാകനോട് പറയുന്നത് ആ വാക്യം ദർശനവാക്യം. അഹം ബ്രഹ്മാസ്മി എന്നുള്ളത് അനുഭവവാക്യം. പ്രജ്ഞാനം ബ്രഹ്മ എന്ന് പറയുന്നത് അഭ്യാസവാക്യം. തത്വമസി എന്ന് പറയുന്നത് ഉപദേശവാക്യം. ഈ 4 വാക്യങ്ങളും ശ്രദ്ധാപൂർവം ശ്രവിച്ചാൽ നിങ്ങൾ ആ തത്വമസി മാത്രം ഗ്രഹിച്ചാൽ മതി. നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളിലിരിക്കുന്ന ആ സാക്ഷി ചൈതന്യം, ആ ആത്മചൈതന്യം, അതാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് ബോധിച്ച് ആ ബോധനിലയിൽ ഏതൊരാളിനാണോ തൻ്റെ ശ്രദ്ധയെ സദാ നിലനിർത്താൻ സാധിക്കുന്നത് അവൻ്റെ മറ്റുള്ള എല്ലാ കാര്യങ്ങളും ഓട്ടോമാറ്റിക്കായിട്ട് നടന്നുകൊണ്ടിരിക്കും. ഇതങ്ങോട്ട് മനസ്സിലായ ഒരാളിന് ബ്രഹ്മോപനിഷത്തിൽ പറയുന്ന ഒരു മന്ത്രം, ഏന സർവമിതം പ്രോതം സൂത്രേ മണിഗണ ഇവ. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇന്നലെ പറഞ്ഞു, ഏന സർവമിതം മത്തഃ പരതരം നാന്യത് കിഞ്ചിദസ്തി ധനഞ്ജയ മയി സർവമിതം പ്രോതം സൂത്രേ മണിഗണ ഇവ എന്ന് ഭഗവത്ഗീതയിൽ പറയുന്ന ആ മന്ത്രത്തിന് സമാനമായിട്ടുള്ള മന്ത്രമാണ് ഇവിടെ ഈ മന്ത്രം. ഏന സർവമിതം പ്രോതം സൂത്രേ മണിഗണ ഇവ തത് സൂത്രം ധാരയേത് യോഗി. അരയോഗി? ഞാൻ ഈ എന്നിലെ ഞാനല്ല യഥാർത്ഥ ഞാൻ.
ആ ഞാനിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ ശരീരത്തിൽ ഏതൊരു സാക്ഷി ചൈതന്യമാണോ ഉള്ളതായിട്ടുള്ളത് അതാണ് എന്നിലെ യഥാർത്ഥ ഞാൻ എന്ന് കേട്ട് അറിഞ്ഞ് നിരന്തര വിചാരത്തിലൂടെ ആരുടെ ശ്രദ്ധയാണോ അതിൽ തൊടുത്തി അതിൽ സ്ഥിരപ്പെടുന്നത് അവനാണ് യോഗി. നിങ്ങൾക്ക് ആർക്കുമാകാം, ആണെന്നോ പെണ്ണെന്നോ യാതൊരു വ്യത്യാസവുമില്ല. സ്വാമി ആ പ്രശ്നങ്ങളൊക്കെ അവിടെ കിടക്കട്ടെ, അതൊക്കെ പ്രാരബ്ധം, തീരുമ്പോൾ തീരും. ഈ അറിവിലേക്ക് നിങ്ങളെ ഉയർത്താനായിട്ട് പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തേണ്ട കാര്യമില്ല, ഒരു ഭാഗത്ത് കടന്നോട്ടെ. പക്ഷേ ഈ അറിവുന്നില്ല. നിങ്ങളിലെ ഞാനെന്ന് പറയുന്നത് ഉള്ളതേ അല്ല, ഉള്ളതുപോലെ കിണറ്റിൽ പ്രതിബിംബിക്കുന്ന ചന്ദ്രനെ പോലെ, കുളത്തിൽ പ്രതിബിംബിക്കുന്ന സൂര്യനെ പോലെ നിങ്ങളിലെ ഞാൻ, നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ആ താൻ നിങ്ങളുടെ അന്ധകരണത്തിൽ പ്രതിബിംബിക്കുന്നതാണ് നിങ്ങളിലെ ഞാൻ, പ്രതിബിംബിത ചൈതന്യം. അത് സത്യമേ അല്ല, പക്ഷേ അത് സത്യമാണെന്ന് കരുതി അതിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ആ നിലയിൽ തന്നെയാണ് നമ്മൾ മരിക്കാൻ പോകുന്നതും. അങ്ങനെ മരിച്ചാൽ വീണ്ടും ജനിക്കണം. പുനരപി ജനനം പുനരപി മരണം പുനരപി ജനനീ ജഠരേ ശയനം എന്ന മട്ടിൽ നിരന്തരമായിട്ട് നമുക്ക് സംസരിച്ചു കൊണ്ടിരിക്കേണ്ടി വരും. ഈ സംസാരത്തിൽ തുടർന്നുകൊണ്ടേയിരിക്കേണ്ടി വരും. പക്ഷേ ജീവിച്ചിരിക്കുന്ന അവസരത്തിൽ ഏതൊരാളിനാണോ തൻ്റെ ശ്രദ്ധയെ തന്നിലെ ഞാനിൽ നിന്നുകൊണ്ട് ഉയർത്തി തന്നിലെ താനിലേക്ക് യോജിപ്പിച്ച്, ദാറ്റ് ഈസ് കാൾഡ് യോഗ, ആ യോഗ നിലയിൽ തന്നെ ആർക്കാണോ സദാ നിലനിൽക്കാൻ സാധിക്കുന്നത്, അതാണ് പറഞ്ഞത് ഏന സർവമിതം പ്രോതം സൂത്രേ മണിഗണായിവ തത് സൂത്രം ധാരയേത് യോഗി. ആ സൂത്ര ബ്രഹ്മഭാവമിതം സൂത്രം, ആ ബ്രഹ്മത്തെ ഞാൻ ധാരണം ചെയ്യുന്നു. ഈ അറിവിലേക്ക് ഉണർന്നയാൾ ശരീരത്തിൽ ഇട്ടിരിക്കുന്ന ആ പൂണൂലൊക്കെ കണ്ടിച്ച് ദൂരക്കളയും. ബാഹ്യസൂത്രം ധരിക്കേണ്ടത് ഈ ബ്രഹ്മമാകുന്ന സൂത്രമാണ് ധാരണം ചെയ്യേണ്ടത്. അറിവിലേക്ക് ഉയർന്നാൽ അയാൾ സന്യാസിയാകുന്ന സമയത്ത് ഈ സൂത്രങ്ങളൊക്കെ ബാഹ്യസൂത്രങ്ങളൊക്കെ കണ്ടിച്ച് കളയും. എന്നിട്ട് അയാൾ ധരിക്കുന്നത് എന്താണ്? ഈ ബ്രഹ്മഭാവമാകുന്ന സൂത്രം. അതിന് നിങ്ങൾക്കും ആ സൂത്രത്തെ ധാരണം ചെയ്യാം, ഒരു സംശയവും വേണ്ട. സ്വാമി, സ്ത്രീകൾക്ക് ധരിക്കാൻ സാധിക്കുമോ? എന്താ സംശയം? ധരിച്ചാൽ ഞങ്ങൾ അശുദ്ധമാകുന്ന നിങ്ങൾ അശുദ്ധമായാലും ഇത് അശുദ്ധമാകത്തില്ല. ഈ ധരിച്ചിരിക്കുന്ന സൂത്രം, ആ ബ്രഹ്മമാകുന്ന സൂത്രം അശുദ്ധമാകത്തില്ല. തൻ്റെ ഇടത്തോടു കൂടി ധരിക്കാം. ഞാൻ ആ ബ്രഹ്മമാകുന്ന സൂത്രത്തെ ധാരണം ചെയ്യുന്നു എന്ന ഭാവത്തിൽ നിങ്ങൾക്ക് സദാ ജീവിക്കാൻ സാധിക്കും. ബ്രഹ്മസൂത്രധാരണം അതാണ്. ഇത് ബ്രഹ്മോപനിഷത്തിലെ മന്ത്രമാണ്. അതിൽ തന്നെ പറയുന്നുണ്ട് ബഹിസൂത്രം ത്യജേത് വിദ്വാൻ യോഗമുത്തമമാശ്രിത. ബഹിസൂത്രം ത്യജേത്, ബാഹ്യമായിട്ട് ശരീരത്തിലിട്ടിരിക്കുന്ന സൂത്രമുണ്ടല്ലോ, പുണൂൽ. സന്യാസിയാകുന്നതിന് മുമ്പ് അത് കഷ്ണിച്ച് ദൂരെ കളയും. ബാഹ്യസൂത്രം ത്യജേത് വിദ്വാൻ. ആര്? യോഗമുത്തമമാശ്രിത. ആ യോഗത്തെ ആശ്രയിച്ചിരിക്കുന്നവൻ. ഏതാ യോഗം? ഇതുവരെ പറഞ്ഞത് എന്നിലെ ഞാനല്ല യഥാർത്ഥ ഞാൻ, ആ ഞാനിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ ശരീരത്തിൽ സ്വയം പ്രകാശിച്ചു നിൽക്കുന്ന തന്നിലെ താനാണ് തന്നിലെ യഥാർത്ഥ ഞാൻ എന്ന് തിരിച്ചറിഞ്ഞ് അതുമായിട്ട് ആരുടെ ശ്രദ്ധയാണോ യോജിച്ചിരിക്കുന്നത്, ദാറ്റ് ഈസ് കാൾഡ് യോഗ. വേറെ ഒന്നുമല്ല യോഗ. നിങ്ങൾ കരുതുന്ന തരത്തിൽ വേറെ എന്തെങ്കിലുമാണ്. എനിക്ക് ഇത്തിരി യോഗ പഠിക്കാൻ പോകണം, പഠിക്കാനൊന്നുമില്ല. ഇതാണ് യോഗം. ജീവാത്മ പരമാത്മനോരൈക്യം യോഗ. ആ യോഗത്തെയാണ് ആശ്രയിക്കേണ്ടത്. ആ ബാഹ്യസൂത്രത്തെ കളയുന്നയാൾ ഉത്തമമായ യോഗത്തെ ആശ്രയിക്കുന്നു. ആ ഉത്തമമായ യോഗമാണ് എന്നിലെ തന്നെ തിരിച്ചറിഞ്ഞ്, ആ താനെന്ന് പറയുന്നത് ആരാണ്? ഈശ്വരൻ, സർവാന്തര്യാമി, സർവേശ്വര ചൈതന്യം.
ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി. നില തീർച്ചയായിട്ടും സമയം അനുവദിച്ചിരിക്കുന്ന സമയം തീർന്നിരിക്കുന്നു. നമ്മളും ഏതാണ്ട് ആ അറിവിൻ്റെ പരമോന്നത നിലയിലെത്തിയിരിക്കുന്നു. ആ യോഗത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. ആ യോഗനില നിങ്ങൾ ഓരോരുത്തരും നിങ്ങളിൽ സൂക്ഷിച്ച് ആ ബ്രഹ്മമാകുന്ന സൂത്രത്തെ ധൈര്യത്തോടുകൂടി സന്തോഷത്തോടുകൂടി ധാരണം ചെയ്ത് സദാസമയവും ആ മന്ത്രം ശിവോഹം 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 എന്നുരുവിട്ടുകൊണ്ടിരുന്ന് നിങ്ങളുടെ ഞാൻ ഭാവത്തിൽ നിന്ന് നിങ്ങളിലെ താൻ ഭാവത്തിലേക്ക് ഉയർത്തി അതിൽ സ്ഥിരപ്പെടുത്താൻ സാധിക്കുമെങ്കിൽ, നിങ്ങളുടെ പ്രജ്ഞ അതിൽ സ്ഥിരപ്പെടുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ജന്മത്തിൽ തന്നെ മോക്ഷം നേടാനുള്ള അവസരം നിശ്ചയമായിട്ടും കൈവരും. അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ സത്സംഗം അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം.